ജോയിൻ ആയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് പേര് ജോയിൻ ആയിട്ടുണ്ട്. ക്ലാസ് തുടങ്ങിക്കോളൂ. ഓക്കെ ഓക്കെ. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന PDF അയക്കുന്നുണ്ട് കേട്ടോ. ചപ്പാത്തി വാങ്ങാൻ മറക്കാം. മൈക്ക് ശ്രദ്ധിക്കണേ. എല്ലാവരും ആ വാട്സപ്പിൽ അയച്ച PDF ഒന്ന് ഇന്ന് ചെയ്യാനുള്ള പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓപ്പണിംഗ് ബാലൻസും മറ്റു കാര്യങ്ങളും. ഓക്കെ ഓക്കെ. ഞാൻ അപ്പോഴേക്ക് സിസ്റ്റം ഒന്ന് ഓപ്പൺ ആക്കട്ടെ.
ഓക്കെ അല്ലേ? വായിച്ചു നോക്കിയോ? Yes, sir. ഓക്കെ. എന്താ പറയുന്നത് അതില്? അതിലെ ഓപ്പണിംഗ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പഠിപ്പിച്ചതുണ്ടായിരുന്നു. ഓപ്പണിംഗ് ബാലൻസ് മാത്രം ചെയ്യാനുള്ളത്. ഓക്കെ. പറഞ്ഞു. അതില് നമുക്ക് ആദ്യം ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും just ശ്രദ്ധിക്കുക. ഓക്കെ. ലെഡ്ജർ നമുക്ക് ആദ്യം അസറ്റ് സൈഡ് നോക്കാം കേട്ടോ. അസറ്റ് സൈഡ് ആദ്യം എന്താ വരുന്നത്? ക്യാഷ് ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. ഇല്ല, ഓക്കെ. അത് ഓൾറെഡി അത് ഓൾറെഡി ക്യാഷ് എന്നുള്ളത് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. രണ്ടാമത്തെ എന്താ? ബാങ്ക് ബാങ്ക് എസ് ബി ടി ഇവിടെ അല്ലേ കൊടുക്കണ്ടേ? ആ അണ്ടർ എന്താ വരുന്നത്? ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് അല്ലെ? ബാങ്ക് അക്കൗണ്ട്. അതായത് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കൊടുക്കുക. നമ്മളിപ്പോ പുതിയൊരു കമ്പനിയിലേക്ക് നമ്മളിപ്പോ ജോലിക്ക് പോയി. അപ്പൊ അവിടെ അവര് പറയുന്നത് ഒരു ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. അവിടെ പറയുന്നത് ഇതുവരെ ഞങ്ങൾ ടാലി ഒന്നും ചെയ്തിട്ടുണ്ടായി. ഞങ്ങൾ കമ്പനി ഇത്രയും നമ്മൾ കഴിഞ്ഞ എല്ലാ ചാപ്റ്റേഴ്സിലും ക്യാപിറ്റൽ കൊണ്ടുവന്നു അല്ലെ? ഫസ്റ്റ് ചോദ്യം ക്യാപിറ്റൽ കൊണ്ടുവന്നു. ക്യാപിറ്റൽ കൊണ്ടുവന്നാലേ കമ്പനിയിൽ പൈസ ഉണ്ടാവുള്ളൂ, എന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് പർച്ചേസ് ഒക്കെ ചെയ്യാൻ ക്യാഷ് ഉണ്ടാവുള്ളൂ. ഇപ്പോ മുതൽ പറയുന്നത് ഈ കമ്പനി റൺ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പൊ അവിടെ നിലവിൽ ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ടാലി എൻ്റർ ചെയ്തിട്ടില്ല. നിലവിൽ അവർ എക്സലോ അല്ലെങ്കിൽ ടാലി അല്ലാത്ത രീതിയിലൊക്കെ ചെയ്തതാണ്. ഇന്ന് മുതൽ നമുക്ക് എന്ത് ചെയ്യണം? ടാലിയിൽ അല്ലെങ്കിൽ നാളെ മുതൽ നമുക്ക് എന്ത് ചെയ്യണം? ടാലിയിലേക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ നാളെ നടക്കുന്ന ട്രാൻസാക്ഷൻ മാത്രമല്ല, അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നമുക്ക് എല്ലാം സിസ്റ്റമാറ്റിക് ആക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നിലവിലുള്ള കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒന്ന് തരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അവര് ജസ്റ്റ് നമ്മൾ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ഉദാഹരണമായിട്ട് തന്ന ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോ ഓപ്പണിംഗ് ബാലൻസിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അവര് വോയിസ് ഓക്കെ അല്ലേ? ഓഡിയബിൾ അല്ലേ? അപ്പൊ അവര് നമുക്ക് തന്നു ക്യാഷ് ഇൻ ഹാൻഡ് 10,500 ഇവിടെ ഓൾറെഡി ക്യാഷ് ആയിട്ടുണ്ട്. എനിക്ക് ബാങ്ക് എസ് ബി ടിയിൽ ഒരു 15,000 ഉണ്ട്. പിന്നെ ക്യാഷ് തരാനുള്ള ആൾക്കാർ. അപ്പൊ അത് ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടാണ്. അതിലെല്ലാം ക്യാഷ് തരാനുള്ള ആളുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സ്ഥാപനത്തിൽ 100ഓളം ആൾക്കാരുണ്ടാവും. എല്ലാവരുടെയും പേര് എഴുതുന്നത് നമുക്ക് റിപ്പോർട്ടിനെ ബാധിക്കുന്നത് കൊണ്ട് അവിടെ നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സ്
ക്യാഷ് തരാനുള്ള ആളുകൾ എന്നിട്ട് അവരുടെ ടോട്ടൽ എമൗണ്ട് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് 40,000. ആരൊക്കെയാണ് സൺഡ്രൈ ഡെപ്റ്റേഴ്സ് ഇപ്പൊ നിലവിൽ ഇവിടെ തന്നവര് പേര് പറഞ്ഞ ആരൊക്കെയാണ്? ഷാനിം ഷാനിം ദാദാജി. ദാദാജി അല്ലെ? അതൊരു ഉദാഹരണത്തിന് നമുക്ക് പഠിക്കാൻ വേണ്ടി തന്നതാണ്. ശരിക്ക് ഒരുപാട് ആളുകൾ ക്യാഷ് തരാനുള്ള ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും. അതൊക്കെ നമ്മളല്ലേ നമ്മളിപ്പോ അല്ലാതെ ടാലി ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ നമുക്ക് വിട്ടുപോകില്ലേ? ഇവര് ക്യാഷ് തരുമ്പോൾ മാത്രമാണ് ഇവര് ക്യാഷ് തരാം. അപ്പം നമ്മുടെ സിസ്റ്റത്തിൽ കാണിക്കണം, ടാലി ഓപ്പൺ ചെയ്ത റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ന ആളുകൾ നമുക്ക് ഇത്ര ക്യാഷ് തരാനുണ്ട്. അപ്പൊ സൺഡ്രൈ ഡെപ്റ്റേഴ്സ് 40,000. ഈ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കും അറിയാം? ബിൽസ് റിസീവബിൾ നമുക്ക് കേട്ടിട്ടുണ്ടോ? ബിൽസ് റിസീവബിൾ എന്തായിരിക്കും? ആര് പറയും എന്തായിരിക്കും? കഴിഞ്ഞ ക്ലാസ്സിലും നിങ്ങൾ ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ബിൽസ് റിസീവബിൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബിൽസ് പേയബിൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പോ ബിൽസ് റിസീവബിളും സൺഡ്രൈ ഡെപ്റ്റേഴ്സ് പോലത്തെ ഒരു സംവിധാനമാണ്. അതായത് നമ്മൾ ഈ പർച്ചേസ് ചെയ്ത് നമ്മള് എമൗണ്ട് കിട്ടിയതാ അല്ലല്ല, അതായത് ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് നമ്മൾ സെയിൽ ചെയ്ത സമയത്ത് ചില ആളുകളെ നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല, ഇയാൾ ക്യാഷ് തരുമോ ഇല്ലയോ എന്നുള്ളത് അല്ലെ? ഷാനിമിനെയും ദാദാജിനെയൊക്കെ നമുക്ക് ഓക്കെയാണ്. വേറൊരാളുണ്ട്, ഒരു റഹീം എന്ന് പറയുന്ന ആള്. ഇയാള് ക്യാഷ് തരുമോ എന്നുള്ള ഉറപ്പില്ലാത്തത് കൊണ്ട് കമ്പനിയിൽ നമ്മൾ ചെക്ക് പോലെ ഒരു ബിൽസ് റിസീവബിൾ ഒരു ഡോക്യുമെന്റ് ആണ്. അതില് ഇന്ന ഡേറ്റിന് ഞാൻ ക്യാഷ് തന്നിരിക്കും എന്നൊക്കെ എഴുതിയിട്ട് സിഗ്നേച്ചർ ചെയ്തിട്ട് അവനെ കൊണ്ട് പിന്നെ സൈൻ ചെയ്ത് സ്റ്റാമ്പ് ഒക്കെ ഒട്ടിച്ച് വെക്കുന്ന ഒരു സംവിധാനത്തിന് പറയുന്ന പേരാണ് ബിൽസ് റിസീവബിൾ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഒറിജിനലും ഒരു ഫോട്ടോ കോപ്പി ഉണ്ടാവും, ഒരാൾക്ക് അത് കൊടുക്കും, നമ്മൾ വെക്കും. അപ്പൊ അതും ക്യാഷ് തരാനുള്ള ഡെപ്റ്റേഴ്സ് തന്നെയാണ്. അതായത് ബിൽസ് റിസീവബിളിന്റെ പേര് ഇപ്പൊ ചെക്ക് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ബിൽസ് റിസീവബിൾ. ഓക്കെ, ഇനിയിപ്പോ എനിക്ക് ഞാൻ വേറെ സ്ഥലത്ത് പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ ബിൽസ് റിസീവബിൾ കൊടുത്തിട്ട് വേണമെങ്കിൽ എനിക്ക് എന്താക്കാം, ക്യാഷ് വാങ്ങാം. ഈ ബിൽസ് റിസീവബിൾ ഇങ്ങനെ ഉണ്ടാവുക, ഞാൻ റഹീം എന്ന ആള് ഇത്ര രൂപയുടെ സാധനം ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്, ഇന്ന ഡേറ്റ് ആവുമ്പോഴേക്കും ഞാൻ ക്യാഷ് തരുന്നതായിരിക്കും. എന്നിട്ട് സ്റ്റാമ്പ് ഒട്ടിച്ച് അവൻ സൈൻ ചെയ്ത ഒരു പേപ്പർ, ഒരു ചെക്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു ഉപകരണമാണ് ബിൽസ് റിസീവബിൾ. ഓക്കെ അല്ലെ? അതും ക്യാഷ് സൺഡ്രൈ ഡെപ്റ്റേഴ്സ് പോലെ തന്നെയാണ്. പക്ഷെ ഇതെന്നുണ്ട് ഒരു എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്, ഇത് വെച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. ആ ഡേറ്റ് ആകുമ്പോൾ ക്യാഷ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാം. അപ്പോൾ ബിൽസ് റിസീവബിളും എന്ത് തന്നെയാണ്? സൺഡ്രൈ ഡെപ്റ്റേഴ്സ് പോലെ ക്യാഷ് തരാൻ. പക്ഷെ ഇത് ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ മുമ്പെല്ലാം പറഞ്ഞതുപോലെ കുറച്ച് 5-6 ബിൽസ് റിസീവബിൾ ഡോക്യുമെന്റ്സ് ഉണ്ട്. അപ്പൊ അതിന് സൺഡ്രൈ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നതിന് പകരം ബിൽസ് റിസീവബിൾ എന്ന് തന്നെയാണ് പറയാം. അപ്പൊ ബിൽസ് റിസീവബിൾ മനസ്സിലായല്ലോ? നെക്സ്റ്റ് മെഷീനറി, ഫർണിച്ചർ ഒക്കെ ഫിക്സഡ് അസറ്റ് ആണ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാനാണ്. നിങ്ങൾ തന്നെ പറയട്ടോ, ഞാൻ ചെയ്യില്ല, നിങ്ങൾ എവിടെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരണം. ഇവിടെ അണ്ടർ ബാങ്ക് അക്കൗണ്ട്സ് എന്ന് കൊടുത്തു. നെക്സ്റ്റ് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഇവിടെ എന്തെങ്കിലും കൊടുക്കണം ഓപ്പണിംഗ് ബാലൻസിൽ? കൊടുക്കണം. അവിടെ 15,000 15,000 ഇവിടെ കൊടുക്കുക അല്ലെ? ഓപ്പണിംഗ് ബാലൻസ്. അടുത്തത് എന്താ ക്രിയേറ്റ് ചെയ്യണ്ടേ? സൺഡ്രി ഡെപ്റ്റേഴ്സ്. അത് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യല്ലേ? ഇവിടെ തന്നെ കൊടുത്താൽ മതിയില്ലേ? ഇവിടെ ഷാനിം ട്രേഡ്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ മെസ്സേജോ വോയിസോ അയക്കണേ, ഒന്നുമില്ല. സൺഡ്രി ലെഡ്ജർ ഓപ്പൺ ചെയ്യുക. ലെഡ്ജർ ഓപ്പൺ ചെയ്തിട്ട് ലെഡ്ജർ ക്രിയേഷൻ ചെയ്യുന്നിടത്ത് ഇവിടെ എന്താണോ ലെഡ്ജർ, ഇപ്പൊ ഷാനിം ട്രേഡേഴ്സ് കൊടുത്തു, ഇവിടെ അതിന്റെ അണ്ടർ കൊടുക്കുക. എന്താണ് അണ്ടർ വരിക? ഡെപ്റ്റേഴ്സ് എന്ന് കൊടുക്കുക. വേറെ ഒന്നുമില്ല, അതൊക്കെ പിന്നീട് നമുക്ക് പഠിക്കാം കേട്ടോ. ബാക്കിയുള്ള പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ. ഓപ്പണിംഗ് ബാലൻസ് മാത്രം ഇപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം. 25,000 കൊടുത്തു. ബില്ലിംഗ് ഡീറ്റെയിൽസ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. അടുത്തത് എന്താ കൊടുക്കണ്ടേ? ദാദാജി അല്ലെ? ഇത് ഈ ഒരു ചോദ്യം എക്സാമിന് വരുന്ന ചോദ്യം കേട്ടോ. അതായത് ഇത് കംപ്ലീറ്റ് ആയി ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസോട് കൂടിയിട്ട് പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ ചെയ്ത് അഡ്ജസ്റ്റ്മെന്റോട് കൂടി തീരുന്ന ഒരു പ്രോബ്ലം ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ഈ ഒരു പ്രോബ്ലം വലുതാക്കിയിട്ടുണ്ടാവാം. അതായത് സൺഡ്രൈ ഡെപ്റ്റേഴ്സ് ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ എൻട്രി ചെയ്യേണ്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇത് ചെയ്തതോടുകൂടി നമുക്ക് മനസ്സിലാവും. നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് 15,000. മനസ്സിലാവാത്തവർ ഒന്നുകൂടി റെക്കോർഡ് കേട്ട് ഒന്ന് പഠിക്കുക. അടുത്തത് എന്താ വരുന്നത്? ബിൽസ് റിസീവബിൾ. ബിൽസ് റിസീവബിളിന്റെ അണ്ടർ എന്താ വരിക? ഇൻഡയറക്റ്റ്
ആര് പറയും? Land. ബിൽസ് റെസിവബിൾ എന്തായിരിക്കും? നമ്മളിപ്പോ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റ് ആണ് അല്ലെ? ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് അല്ലെ ഒരു ഓപ്പണിംഗ് ബാലൻസ്, ഒരു ഭാഗത്ത് അസറ്റ്സും മറ്റൊരു ഭാഗത്ത് ലയബിലിറ്റീസും. അപ്പൊ അസറ്റ്സ് മാത്രമാണ്. അപ്പൊ ഈ ബിൽസ് റിസീവബിളിനെ നമുക്ക് വേണമെങ്കിൽ ക്യാഷ് തരാനുള്ള ആൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വത്ത് ഒരു കറന്റ് അസറ്റ് എന്ന് നമുക്ക് കൊടുക്കാം. അത് ക്യാഷ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടുമല്ലോ. ആ കറന്റ് അസറ്റ് എന്താണ്? കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ടോ? അസറ്റ് എന്താണെന്ന് അറിയാമോ? അസറ്റ് എന്ന് നിലവിൽ പറഞ്ഞാൽ ബിസിനസ് നിലവിലുള്ള അസറ്റ്സ് ആണോ? അതായത് അസറ്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക പ്രോപ്പർട്ടീസ് ഓഫ് ദി ബിസിനസ് എന്നാ പറയാം. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതിനെയൊക്കെ നമുക്ക് അസറ്റ് എന്ന് പറയാം. അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ ഫസ്റ്റ് പഠിക്കേണ്ടതാണ് അസറ്റ്സ്, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്, ലയബിലിറ്റീസ്. ഇത് നിങ്ങൾ പഠിച്ചതായിരിക്കും. അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഷോപ്പിലെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന എന്തൊക്കെ ഉണ്ടോ അതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? അസറ്റ്സ് എന്ന് പറയാം. ഈ അസറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ഫിക്സഡ് അസറ്റ്സും കറന്റ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ദീർഘകാലം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ല നമ്മൾ വേഗം അത് വിറ്റിട്ട് ക്യാഷ് ആക്കൂല, പക്ഷെ ബിസിനസിന്റെ പ്രവർത്തനത്തിന് അത് ആവശ്യമാണ്. ബിൽഡിങ്, മെഷീനറി, നമ്മുടെ മെഷീനറീസ് ഒക്കെ നമ്മൾ വേഗം വിറ്റ് പൈസയാക്കും ഇല്ലല്ലോ, ക്യാഷ് കിട്ടും അല്ലെ? അപ്പൊ അത് നമ്മളൊരു ദീർഘകാലത്തേക്ക് നമ്മുടെ ബിസിനസ്സിന് ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ് ബിൽഡിംഗ്, ഫർണിച്ചർ, മെഷീനറി. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫിക്സഡ് അസറ്റ് ആണ്. കറന്റ് അസറ്റ് എന്ന് പറയുന്നത് നിലവിലൊരു ഓപ്പറേഷൻ ആയിട്ട് ഒരു 6 മാസത്തിന്റെ ഉള്ളിലൊക്കെ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും കറന്റ് അസറ്റ് ആണ്. അപ്പോ നമ്മുടെ ഈ ബിൽസ് റിസീവബിൾ ഒരു കറന്റ് അസറ്റ് ആണ്. സൺഡ്രി ഡെപ്റ്റേഴ്സ് ഒരു കറന്റ് അസറ്റ് ആണ്. കാരണം എന്താ? സൺഡ്രി ഡെപ്റ്റേഴ്സ് ഒരു 3-6 മാസത്തിനുള്ള അയാൾ ക്യാഷ് തരുമല്ലോ, തരാനുള്ള ആള്. ബാങ്ക് ഒരു കറന്റ് അസറ്റ് ആണ്. പക്ഷെ ഇവിടെ ടാലിയിൽ ബാങ്കിന് ബാങ്ക് അക്കൗണ്ടിന് നമ്മൾ കറന്റ് അസറ്റ് എന്ന് കൊടുത്താലും ശരി തന്നെയായിരിക്കും, തെറ്റില്ല. കാരണം എന്താണ്? ബാങ്ക് ക്യാഷ് ആക്കി മാറ്റാലോ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് ക്യാഷ് എടുക്കാലോ. അപ്പൊ അസറ്റ് നമ്മുടെ ഈ ബാലൻസ് ഷീറ്റിൽ നിങ്ങൾക്ക് നോക്കാം. ബാലൻസ് ഷീറ്റിന്റെ ഒരു ഓർഡർ തന്നെ നമുക്ക് നോക്കാം. ഒരു ഭാഗത്ത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഒരു കറന്റ് അസറ്റ് ആണ് അല്ലെ? ക്യാഷ് എന്ന് പറയുന്നത് ക്യാഷ് ആക്കി, ഞാൻ എന്താ പറഞ്ഞത്, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതിനൊക്കെ അസറ്റ് എന്ന് പറയാം. അപ്പൊ ഈ ഇതാകുന്നതിന്റെ ഒരു ടൈമിനനുസരിച്ചിട്ടാണ് കറന്റ് അസറ്റും. അപ്പൊ പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്നതാണ് ആദ്യം വന്നിട്ടുള്ളത്, ക്യാഷ് ഇൻ ഹാൻഡ്, ശരിയല്ലേ? പിന്നെ വന്നത് ബാങ്കാണ്. ബാങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എപ്പോൾ പോയിട്ടും പൈസ എടുക്കാം. അപ്പൊ ക്യാഷിന്റെ കൂട്ടത്തിന് എപ്പോഴും എന്ത് വരും? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി, ക്യാഷിന് നേരെ താഴെ ഫർണിച്ചർ വരുന്നുണ്ടോ? അങ്ങനെ വരില്ല, ഒരു ഓർഡറിലാണ് വരിക. അപ്പൊ ക്യാഷ് കഴിഞ്ഞു, ബാങ്ക് കഴിഞ്ഞു, പിന്നെ ക്യാഷ് തരാനുള്ള ആളുകൾ കഴിഞ്ഞു, പിന്നെ ബിൽസ് റിസീവബിൾ കഴിഞ്ഞു. അതിനുശേഷം എല്ലാം ഒന്നിച്ച് വന്നിട്ട് മെഷീനറി, ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഈ സ്റ്റോക്ക് ഇൻ ട്രേഡും കറന്റ് അസറ്റിലേക്ക് വരേണ്ടതാണ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ള രീതിയിൽ വെച്ചതാണ്. അപ്പൊ സ്റ്റോക്കും ഒരു കറന്റ് അസറ്റ് തന്നെയാണ്. കാരണം എന്താ? നമ്മൾ സാധനങ്ങൾ വിറ്റ് അല്ലെ, നമ്മൾ പെട്ടെന്ന് വിറ്റ് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റൂലേ, സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പൊ മെഷീനറി, ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് ഫിക്സഡ് അസറ്റ്. അതൊക്കെ നമ്മൾ അതാണ് ഇവിടെ വരിക. ഈ അണ്ടർ ചേരുന്ന സമയത്ത് നമ്മൾ ഇത് ഈസി ആയിട്ട് പഠിക്കാനുള്ള ചില വഴികളുണ്ട്. അപ്പൊ കറന്റ് അസറ്റ് എന്ന് കൊടുക്കാം, ബിൽസ് റിസീവബിൾ. എമൗണ്ട് എത്ര വരുന്നത്? 10,000. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? മെഷീനറി. എന്താണ് അതിന്റെ അണ്ടർ വരിക? കാരണം എന്താ? കാരണം അത് ക്യാഷ് ആക്കി Cash. ബിസിനസിന് ആവശ്യമുള്ള സാധനം പിന്നെ പെട്ടെന്നൊന്നും ക്യാഷ് ആക്കി മാറ്റില്ല. ഇല്ല അല്ലെ? ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുമല്ലേ വേണമെങ്കിൽ? ഓക്കെ, 20,000 മനസ്സിലാകുന്നത്. ബാക്കി ആകെ 2 ആള് മാത്രമാണ് റീപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ബാക്കിയുള്ളവർ കൂടി ഒന്ന് ആക്റ്റീവായിട്ട് വന്നാലാണ് സെറ്റ് ആവുക. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് പറഞ്ഞോളൂ. നെക്സ്റ്റ് വൺ. ഫർണിച്ചർ
അടുത്തത് ഫർണിച്ചർ. ഫർണിച്ചറിന്റെ അണ്ടർ എന്താ? ഫിക്സഡ് Fixed അസറ്റ്. asset. ഇപ്പൊ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ക്ലാസ്സിന് ശേഷം സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ആ ഓക്കെ. 18,000 ഓപ്പണിംഗ് ബാലൻസ്. 18,000 എമൗണ്ട് സേവ്. ഓപ്പണിംഗ് ബാലൻസ് എടുക്കണ്ടേ? അതന്നെ. ഓക്കെ. ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തില്ല അല്ലേ? ഇല്ല. ഇതൊരു ഹാങ് ആവുന്നുണ്ട് സിസ്റ്റർ. ഓക്കെ സാർ. $18,000. Land and building. Fixed asset. ഫിക്സഡ് അസറ്റ്. Opening balance 60,000. 50,000. സ്റ്റോക്ക്. Stock. Stock item. സ്റ്റോക്ക് ഐറ്റം. Malabar. മലബാർ. Malabar Cement. Malabar. No, sir. Malabar Cement. അതായത് നമ്മളിപ്പോ പഠിച്ചത് വോയിസ് ഓക്കെ അല്ലേ? വോയിസ് ഓക്കെ. അതായത് നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ക്യാഷ് തരാനുള്ള കംപ്ലീറ്റ് ആളുകൾ എൻട്രി ചെയ്യാൻ പഠിച്ചല്ലോ. Yes. ഇനിയിപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഷോപ്പിൽ, ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റ് ഉദാഹരണത്തിൽ എടുക്കാം. ആ ഷോപ്പിലുള്ള മുഴുവൻ ഐറ്റംസും എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ അതും നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ. പിന്നെ സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ ഇവിടെ നമുക്ക് ചെയ്യാം. മലബാർ സിമെന്റ്. Malabar Cement. യൂണിറ്റ്സ് കൊടുക്കണം അല്ലെ? Invoice. Invoice. Invoice corresponding numbers. Numbers. എത്ര ക്വാണ്ടിറ്റി ഉണ്ട്? 100. 100. റേറ്റോ 120. 120. ഇത് പഠിക്കലോടുകൂടി ഐറ്റം ഏറ്റവും വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ഐറ്റം ക്രിയേഷൻ. നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ വന്നു, പുതിയ ഐറ്റം വന്നു കഴിഞ്ഞാൽ പുതിയ ഐറ്റം ആദ്യം ടാലിയിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ ടാലി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ ക്യാഷ്, ബാങ്ക്, ക്യാഷ് തരാനുള്ള ആളുകൾ, ഫിക്സ്ഡ് അസറ്റിനൊക്കെ നമ്മളൊരു വാല്യൂ ഏകദേശം ഇട്ടിട്ട് അതൊക്കെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മുടെ ഷോപ്പിലുള്ള ഓരോ ഐറ്റവും നമ്മൾ തിരഞ്ഞെടുത്തിട്ട് എത്ര എണ്ണം ഉണ്ട്, ഓരോന്നിന്റെയും റേറ്റ് എത്രയാണ് എന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ. അടുത്തത് റാസി യൂണിറ്റ് എൻഒസ് നോക്കാം അല്ലെ? 100 numbers. 100. 150. 150. രാംകോ സിമെന്റ്. രാംകോ സിമെന്റ്. Cement.
ഈ ചോദ്യം ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഇത് ഇന്ന് ഒറ്റ ക്ലാസ്സിൽ പൂർത്തീകരിക്കാൻ കഴിയണമെന്നില്ല. ഇതിന് ശേഷം നമ്മളൊരു ക്ലാസ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഇതേപോലെ ഒരു ചോദ്യം തരും കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ടൈം തരും. നിങ്ങൾ ടാലി ഓപ്പൺ ചെയ്തിട്ട് ആ സമയത്തിന്റെ ഉള്ളിൽ ഇത് ചെയ്ത് പൂർത്തീകരിച്ചിട്ട് അതിന്റെ ആൻസർ ബാലൻസ് ഷീറ്റ് ഫോട്ടോ എടുത്ത് അയച്ചു തരാം. ഇപ്പൊ തന്നെ ശരിക്കും ശ്രദ്ധിക്കുക എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. രാംകോ സിമെന്റ് എൻഒസ് കൊടുത്തു 100 300 അല്ലേ? 300. 110 110 ഓക്കെ, ടോട്ടൽ 33,000 yes ACC cement ACC. 200 200. 100 100 rate. കഴിഞ്ഞല്ലോ, സ്റ്റോക്ക് കഴിഞ്ഞല്ലോ. Yes. yes ഇനി എന്താ ചെയ്യേണ്ടത്? sundry അല്ല Liability. Liabilities. ലയബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യണം. അത് എവിടെ പോകും? Ledger തന്നെ. ledger ലെഡ്ജറിലേക്ക് പോവാ. സൺട്രി അവിടെ ഒരു ബി ഡിക്ക് പകരം ബി കൊടുത്തിട്ടുണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നാണ് അല്ലേ? ഓക്കെ, ആരൊക്കെയാണുള്ളത്? Ramco agency രാംകോ ഏജൻസി. അണ്ടർ ഫിക്സ്ഡ് അസറ്റ് അല്ലേ? No, sundry creditors. Sundry ഓക്കെ, opening balance Amount 40,000. 14,000. 40,000. yes നെക്സ്റ്റ് വൺ Malabar agencies. Malabar agencies sundry creditors സൺട്രി ക്രെഡിറ്റേഴ്സ് തന്നെയാണ്. 20,000 opening 20. balance ഇത് നമ്മൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള ക്യാഷ് ആണോ ഇത്? അല്ല നമ്മൾ കൊടുക്കാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ലോൺ SBI ഉണ്ട് അല്ലേ? yes ലോൺ SBI അണ്ടർ എന്താ? loan liability Liabilities. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഭാഗം ഉള്ളത് കേട്ടോ. രണ്ട് ഭാഗം എന്ന് പറയുന്നത് അസറ്റും ലയബിലിറ്റീസും. ലയബിലിറ്റീസ് ആണ് ഒബ്ലിഗേഷൻ ഓഫ് ദി ബിസിനസ്. നമുക്ക് കടമുള്ളത് ബിസിനസ് സ്ഥാപനത്തിന്റെ കടങ്ങളെയാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാരണം കൊടുക്കാനുള്ളത്. സൺട്രി ക്രെഡിറ്റേഴ്സ് വന്നു, അതൊക്കെ നമ്മൾ കൊടുക്കാനുള്ളത് തന്നെയാണ്. ലോൺ SBI, ലോൺ KSF ഇതൊക്കെ നമ്മൾ കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. സൺട്രി ക്രെഡിറ്റേഴ്സിനെ നമുക്ക് ലയബിലിറ്റി എന്ന് പറയാം കേട്ടോ, കറന്റ് ലയബിലിറ്റി എന്ന് പറയാം. ഇതിപ്പോ നമുക്ക് ലോൺസ് എന്ന് Loan പറയുന്നത് ക്യാഷ് കൊടുക്കാനുള്ള സംഭവമാണ്. 50,000 50,000. നെക്സ്റ്റ് വൺ loan KSF നമുക്ക് ക്യാഷിന്റെ സ്വത്തുക്കളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബാധ്യതകളുണ്ട് സ്ഥാപനത്തിന്. ഓക്കെ, ലോൺ KSF എത്രയാ വരുന്നത്? 20,000. yes ഓക്കെ, പിന്നെയോ Capital. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഓണർ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് capital account അത് എത്ര കൊടുക്കാം നമുക്ക്? 1,20,000 1,20,000 അല്ലേ? ഇനി അടുത്തെന്താ? Drawings. ഡ്രോയിങ്സ് ഇവിടെ തന്നെയാണോ കൊടുക്കുക? ഓക്കെ, എന്താ അണ്ടർ കൊടുക്കാം? ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ? എന്താ എമൗണ്ട് എത്ര കൊടുക്കാം? amount 10,000 എന്തെങ്കിലും എക്സ്ട്രാ ഇവിടെ ചെയ്യാനുണ്ടോ? അതായത് ശ്രദ്ധിക്കണേ, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ് സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ ബിസിനസ് സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന ക്യാഷാണ്, ശരിയല്ലേ? yes ഡ്രോയിങ് എന്ന് പറയുന്നത് ബിസിനസ് സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് വേണ്ടി എടുത്ത ബിസിനസ്സിൽ നിന്ന് എടുത്ത ക്യാഷാണ്, ശരിയല്ലേ? yes അപ്പോ ഞാൻ ഇവിടെ ഡ്രോയിങ് എന്ന് പറഞ്ഞു, അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് അതേപോലെ ഇവിടെ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാല് കമ്പ്യൂട്ടർ കരുതുക 1,20,000 ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ക്യാപിറ്റലായിട്ടും, ഡ്രോയിങ് എന്ന പേരിൽ വീണ്ടും 10,000 കൊണ്ടുവന്നു എന്നാ കരുതുക. ഒന്നുകിൽ നമ്മൾ എന്താക്കണം,
-10,000 എന്ന് കൊടുക്കണം. അല്ലെങ്കിൽ ഈ CR ഉണ്ടല്ലോ, ഈ CR മൈനസ് അല്ലേ, ശരിക്കും 10,000 അയാൾ കൊണ്ടുപോകല്ലേ ചെയ്തേ, ഇത് നമുക്ക് DR ആക്കി കൊടുത്താലും. ആ ഓക്കെ 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 ഒന്നുകിൽ -10,000 എന്ന് കൊടുക്കേണ്ടി വരും. നമുക്കിവിടെ DR എന്ന് കൊടുത്തു, അതന്നേരം ഓട്ടോമാറ്റിക് 1,00,000 ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാം, 2-3 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ 1,20,000 10,000 കുറച്ചിട്ട് ക്യാപിറ്റൽ 1.10 എന്ന് കാണിക്കാം. ഓക്കെ 10,000 അയാൾ കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷെ എന്നാലും കണക്കിൽ ഡ്രോയിങ് കാണിക്കില്ല. ഇപ്പൊ എന്തായി, ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ട് ഒരു 10,000 മൈനസ് ആയിട്ട് സിസ്റ്റത്തിൽ വരും കേട്ടോ. നോക്കാം. ഇനി നെറ്റ് പ്രോഫിറ്റും ക്യാഷ് ഇൻ ഹാൻഡും അല്ലേ കൊടുക്കാൻ ബാക്കിയുള്ളത്. യെസ് നെറ്റ് പ്രോഫിറ്റ് ഇവിടെ കൊടുക്കണോ? പ്രോഫിറ്റ് ആൻഡ് ലോസിലും അല്ല, അതെപ്പോഴും നമ്മൾ എങ്ങോട്ടാ പോവാം? ലെഡ്ജറിൽ തന്നെ ഉണ്ടാവും. ലെഡ്ജറിൽ എവിടെ ഉണ്ടാവും? അത് ഓൾറെഡി അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്യാഷ് അതെങ്ങനെ എടുക്കാം? പേജ് അതെങ്ങനെ പഠിച്ച് നോക്കിയാൽ കിട്ടൂലേ? പഠിച്ചാൽ മതി. ഇവിടെ അടിക്കാൻ വേണ്ടേ? പേജ് പഠിക്കും. പേജ് പഠിച്ചാൽ മതി അല്ലേ? പേജ് കീബോർഡിൽ പേജ് പഠിച്ചാൽ കിട്ടും. അങ്ങനെയാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? യെസ് എവിടെ വരും ഈ അതാ പ്രോഗ്രാം? അതാ ആ ഇവിടെ എത്ര എമൗണ്ട് കൊടുക്കാം? ഓക്കെ ആണോ? ഓക്കെ ആണോ? 14,000. യെസ് യെസ് 13,500. ഇനി എന്താ കൊടുക്കാനല്ലേ? ക്യാഷ് 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 ഇങ്ങനെ പേജ് പഠിച്ചാൽ വരുമോ? ആ യെസ് വന്നോ? അതാ വന്നു. എത്ര എമൗണ്ട് വരുന്നേ? 10,500. ഓക്കെ, ഇനി എന്താ ചെയ്യാനുള്ളത്? ഇനി നമ്മള് അടുത്ത എന്താ പറഞ്ഞു? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. അതായത് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്തു, ഒരു ബിസിനസ് സ്ഥാപനത്തിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തു. 2,53,500 എന്ന് ബാലൻസ് ഷീറ്റ് ഇവിടെ ഓൾറെഡി വന്നു. ഓക്കെ, ഓക്കെ അല്ലേ? ആ യെസ് അപ്പൊ അതിൽ എന്ത് വരുന്നുണ്ട്? ഫിക്സഡ് അസറ്റ് വരുന്നുണ്ട്, കറണ്ട് അസറ്റ് വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ വന്നു. അതായത് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലുള്ള നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചു. ഷോപ്പിൽ പോയി അവരോട് ചോദിച്ചു ക്യാഷ് തരാനുള്ളവര്, കൊടുക്കാനുള്ളവര്, ലോണ്, ക്യാപിറ്റല്, പ്രോഫിറ്റ് കാര്യങ്ങളും ക്യാഷും സ്റ്റോക്ക് എല്ലാം എൻ്റർ ചെയ്ത് വെച്ചു. ഇനി നാളെ മുതൽ നമ്മൾ ബിസിനസ് തുടങ്ങുകയാണ്. കണ്ടിന്യൂ ആയിട്ട് റെന്റ് പെയ്ഡ് ₹2,000 എവിടെ ചെയ്യും? Voucher. വൗച്ചറിൽ ഏത് പേജ് എടുക്കാം? റെന്റ് പെയ്ഡ് Payment. പേയ്മെന്റ് എടുക്കുക. ഇവിടെ എന്ത് കൊടുക്കണം? റെന്റ് കൊടുക്കണം അല്ലെ? റെന്റ് ക്രിയേറ്റ് ചെയ്യണം. റെന്റ് ക്രിയേറ്റ് ചെയ്യണം. റെന്റ് ഞാൻ റെന്റ് പെയ്ഡ് തന്നെ കൊടുക്കാം കേട്ടോ. എന്താ അണ്ടർ കൊടുക്കുക? ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അതായത് ഇതിപ്പോ നിങ്ങൾ നന്നായിട്ട് ഇത് റീപ്ലേ ചെയ്യുന്നവര് നന്നായിട്ട് തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതായത് കറണ്ട് അസറ്റ് എന്താണ്, ഫിക്സഡ് അസറ്റ് എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പേജ് അറിയണം, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അറിയണം, അണ്ടർ അറിയണം. ഈ 3 കാര്യങ്ങളെ നമുക്ക് മെയിൻ ആയിട്ട് അറിയണം. എമൗണ്ട് എത്രയാ? 2,000 മുതൽ. അതായത് ആദ്യം നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ സെറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ മുതൽ കാര്യങ്ങൾ ചെയ്യാണ്. ക്രെഡിറ്റിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? ക്യാഷ് കൊടുക്കുന്നു അല്ലെ? ക്യാഷ് 10 സംതിങ് ഉണ്ടായത്, 10,500 ഉണ്ടായത്. ഇപ്പൊ ഇവിടെ ബാലൻസ് ചെയ്താ 8,500 2,000 നമ്മൾ റെന്റ് കൊടുത്തു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. സോൾഡ് ACC സിമെന്റ് 50 NOS at ₹150 to കിരൺ. കിരണിന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ACC സിമെന്റ് വിൽക്കാൻ പോവാണ്. ACC സിമെന്റ് ഓൾറെഡി ഉണ്ടല്ലോ നമ്മുടെ അല്ലെ, നമ്മുടെ സ്റ്റോക്കിലൊക്കെ എന്ത് ചെയ്ത് വെച്ചതാണ്. ഏതെടുക്കുക പേജ്? സെയിൽസ് ആണോ? സെയിൽസ്. പർച്ചേസ് ആണോ? സോൾഡ്. ഓക്കെ, സെയിൽസ് എടുക്കുക. പാർട്ടീസ് അക്കൗണ്ട് നമ്പറിൽ ഈ പാർട്ടീസ് അക്കൗണ്ട് നെയിം എന്താ കൊടുക്കുക? കിരൺ. കിരൺ. വെരി ഗുഡ്.
കിരൺ ഇല്ലല്ലോ, ക്രിയേറ്റ് ചെയ്യേണ്ടതല്ലേ? create. ആൾട്ട് സി അടിച്ചിട്ട് കിരൺ എൻ്റർ ചെയ്തു. എന്താ കിരണിന്റെ അണ്ടർ എന്താ വരിക? ഇന്ത്യൻ Kiran, ടെക്സ്റ്റൈൽസ് ആണ്. അല്ല, sundry debtors. ഡെപ്റ്റേഴ്സ്. അത് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. സെയിൽസ് എപ്പോഴും സൺഡ്രൈ ഡെപ്റ്റേഴ്സ് ആയിരിക്കും, പർച്ചേസ് എപ്പോഴും സൺഡ്രൈ ക്രെഡിറ്റർ ആയിരിക്കും. Yes. ഓക്കെ, സൺഡ്രൈ ഡെപ്റ്റേഴ്സ് എടുത്തു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ എക്സാമിനൊക്കെ നമ്മൾ ഡൗട്ട് ടെൻഷൻ ആകുമ്പോൾ പെട്ടെന്ന് മാറിപ്പോകും ഫുൾ ആൻസറും അവിടെ. കാരണം നന്നായിട്ട് പഠിക്കുന്ന ആളായിരിക്കും. അവിടെ നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് ഫാസ്റ്റ് ചെയ്യേണ്ട സമയത്ത് പെട്ടെന്ന് ഡൗട്ട് വരും. അപ്പം ആദ്യം തന്നെ നോക്കുക, സെയിൽസ് സൺഡ്രൈ ഡെപ്റ്റർ തന്നെയായിരിക്കും. നമ്മൾ അങ്ങനെയൊക്കെ പറയാം. ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കിരൺ എന്താ പറയാ, നമ്മൾ അങ്ങനെയൊക്കെ പറയും. കിരൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിയാണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അപ്പൊ പൈസ തരാനുള്ള ആളാണ് എന്നുള്ള രീതിയിലാണ് വരിക. കിരണിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. സെയിൽസ് ലെഡ്ജറിൽ എന്ത് ക്രിയേറ്റ് ചെയ്യണം? Sales. Sales. Sales സെയിൽസ് account. അക്കൗണ്ട്, Sales account. Account. ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞ മിസ്റ്റേക്ക് ആവില്ലല്ലോ സെയിൽസിനെ. എങ്ങനെ? ഡയറക്റ്റ് ഇൻകം സെയിൽസിന് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇൻകം എന്നും പറഞ്ഞൂടെ? കുഴപ്പമില്ല. നെയിം ഓഫ് ഐറ്റം എന്തൊക്കെയാ വെക്കുന്നത്? ACC സിമെന്റ് അല്ലെ? ACC സിമെന്റ് ക്രിയേറ്റ് ചെയ്യണ്ടേ? ഓർഡർ അടിച്ച് ക്രിയേറ്റ് ചെയ്യണ്ടേ? വേണ്ട, ക്രിയേറ്റ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, ACC സിമെന്റ് 200 എണ്ണം ഉണ്ടല്ലേ? സിസ്റ്റത്തിൽ നോക്കുമ്പോൾ ഓൾറെഡി 200, 100, 300, 100 ആയിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ ഏതായാലും ACC സിമെന്റ് എൻ്റർ ചെയ്തു. ക്വാണ്ടിറ്റി എത്രയാ വെക്കുന്നത്? 50. ₹150 അല്ലെ? 150. യെസ്. ഒരിക്കലും റേറ്റും ക്വാണ്ടിറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ബില്ലൊക്കെ അടിക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. 7,500 രൂപ. ഓക്കെ, നെക്സ്റ്റ് എന്താ ചോദ്യം? നെക്സ്റ്റ് Cash. Tax takes from Cash from bank SBD rupees ഫ്രം 10,000. ബാങ്ക് SBD rupees 10,000. 10,000 രൂപ SBD ബാങ്ക് എടുത്തു എന്നാ പറയുന്നത് അല്ലെ? അപ്പൊ SBD എത്ര ഉള്ളത്? 15,000. 15,000 ഉണ്ടായതല്ലേ? അപ്പം നമ്മൾ ഏത് പേജിലാ ചെയ്യാം? റിസീറ്റിലല്ലേ? Contra അല്ലേ? എന്താ ആരിലേക്ക്? Contra അല്ലേ? യെസ്, വെരി ഗുഡ്. ഞാൻ ഡൗട്ടായിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾ ആൻസർ നിങ്ങൾ ഇന്ന് വരണം. അപ്പൊ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കുന്നതും ക്യാഷ് ബാങ്കിലേക്ക് പോകുന്നതും നമ്മൾ ഇവിടെ എപ്പോഴും ഏത് പേജിൽ മാത്രമായിരിക്കണം? കോൺട്രയിൽ. അപ്പൊ CRൽ എന്ത് കൊടുക്കും? ക്യാഷ് ആണ്. CR bank അല്ലേ? ക്രെഡിറ്റിൽ എന്താ കൊടുക്കുക? അപ്പൊ ഇവിടെ മനസ്സിലാക്കുന്നത്, ഇവിടെ ഒരു ഐഡിയ വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഓഫീസിലേക്ക് ക്യാഷ് വന്നാൽ ക്യാഷ് എപ്പോഴും DR ആയിരിക്കും. DRൽ ക്യാഷ് ആയി. ഇതിപ്പോ ഓഫീസിലേക്ക് ക്യാഷ് വരുന്ന അവസ്ഥയാണ് അല്ലെ? ബാങ്കിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഓഫീസിലല്ലേ പൈസ വെക്കുക, ക്യാഷ് വെക്കുക. അതുകൊണ്ട് CR ഈ ക്യാഷ് വരുന്നത് എവിടെ നിന്നാണ്? SBD ബാങ്കിൽ നിന്ന്. SBD ബാങ്കിൽ നിന്ന് എടുക്കുക. ഓക്കെ, 10,000. എന്നിട്ട് DRൽ നമ്മൾ ക്യാഷ് ക്യാഷ് വരുന്നത് എപ്പോഴും ഈ ഒരു DR ഉണ്ട്. ഈ DRും ക്യാഷും ഓഫീസിലേക്ക് ക്യാഷ് വരുമ്പോൾ എപ്പോഴും DRൽ ക്യാഷ് ആയിരിക്കും. ഓഫീസിൽ നിന്ന് ക്യാഷ് പോകുന്നതാണെങ്കിൽ CRൽ ക്യാഷ്. അങ്ങനെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതിയാവും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. പർച്ചേസ്ഡ് മലബാർ സിമെന്റ് 150 NOS at ₹120 and റാസി സിമെന്റ് 100 NOS at ₹150 ഫ്രം മലബാർ ഏജൻസീസ്. മലബാർ ഏജൻസീസ് നമ്മൾ പർച്ചേസ് ചെയ്യാണ്. ഏത് പേജിൽ ചെയ്യും? പർച്ചേസ്. ഇൻവോയ്സ് നമ്പർ ഒന്നും ഇപ്പൊ നമ്മൾ പഠിക്കുന്നില്ല, ഡേറ്റ് വേണ്ട. പാർട്ടീസ് അക്കൗണ്ട് ടൈമിൽ എന്ത് കൊടുക്കും? മലബാർ ഏജൻസീസ്. മലബാർ ഏജൻസീസ് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് മലബാർ ഏജൻസീസ് കൊടുത്തു. നെക്സ്റ്റ് വൺ, പർച്ചേസിൽ എന്ത് കൊടുക്കുന്നു? പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് ക്രിയേറ്റ് ചെയ്യണം. പർച്ചേസിന്റെ അണ്ടർ പർച്ചേസ് അക്കൗണ്ട്. നെയിം ഓഫ് ഐറ്റം പറഞ്ഞോളൂ. മലബാർ സിമെന്റ്. മലബാർ സിമെന്റ് 100 എണ്ണം ഉണ്ട്. ഇപ്പൊ എത്ര പർച്ചേസ് ചെയ്യുന്നത്? മലബാർ സിമെന്റ് 150. 150. 150. 120. ഓൾറെഡി ഇതെന്താ ഞാൻ ടൈപ്പ് ചെയ്യാതെ തന്നെ 120 വരാൻ കാരണം എന്താ? ഓൾറെഡി ഡിഫോ നമ്മൾ മുമ്പേ ചെയ്ത എമൗണ്ട് അത്രക്കായിരിക്കും പർച്ചേസ് ചെയ്തത്. ഇനി അഥവാ ഇപ്രാവശ്യത്തെ ബില്ല് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. മുമ്പേ ഉള്ള എമൗണ്ട് ആണ് വന്നതാണ്. പിന്നെ ഒരു ഐറ്റംസ് കൂടി ഉണ്ട്. പിന്നെ റാസി സിമെന്റ് ഉണ്ട്. റാസിയുണ്ട്. ക്രിയേറ്റ് ചെയ്യണം. വേണ്ട, ഇവിടെ ഉണ്ടല്ലോ. റെഡിയാക്കിയത്. ഇവിടെ ഉണ്ടല്ലോ.
ഇല്ലേ? ഉണ്ട്, ആ ഉണ്ട്. ഉണ്ട് എത്ര വരുന്നത്? 100 and 150 സെയിം റേറ്റ് ഉണ്ട് കേട്ടോ. അതായത് പർച്ചേസ് എപ്പോഴും അധികം നമുക്ക് സെയിം റേറ്റ് തന്നെ ആയിരിക്കും അവർ തരും. നമ്മൾ ഹോൾസെയിൽ പർച്ചേസ് ചെയ്യുന്നതാണോ. പിന്നെ ആ. റേറ്റ് കൂടുമ്പോൾ നമുക്ക് കൂടാം. പക്ഷേ ഇവിടെ ഇപ്പൊ ടാക്സും കാര്യങ്ങളൊന്നും ഇല്ല. GST VAT ഒക്കെ വരുന്ന സമയത്ത് ഇതിന്റെ താഴെ നമ്മൾ ഡിസ്കൗണ്ട് ഒക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ ജസ്റ്റ് പർച്ചേസ് മാത്രം എൻ്റർ ചെയ്താൽ മതിയാവും. ഉം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഇപ്പോൾ ടാലി സിമ്പിൾ അല്ല. ബാക്കിയുള്ളവരൊക്കെ അവസ്ഥ എന്താ? ഒന്ന് മെസ്സേജ് ചെയ്തേ. മനസ്സിലാവുന്നുണ്ട് ഈ ഓപ്പൺ ആയിട്ട് പറയാം കേട്ടോ. മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് പ്രത്യേകം ഒന്ന് ചാറ്റ് ബോക്സിൽ മനസ്സിലാവുന്നുണ്ട് ഓക്കെയാണ് സർ, മനസ്സിലാവുന്നുണ്ട്. അല്ല, Okay. വോയിസ് വരാത്ത ഒരുപാട് ആൾക്കാരില്ലേ, അവരുടെ അവസ്ഥ എന്താ? ഒന്ന് മെസ്സേജ് ചെയ്ത് വെച്ചോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിക്കോളാം. ഓക്കെ ആണോ? ഓക്കെ. ഇല്ലെങ്കിൽ അത് നമുക്കൊരു ഓക്കെ. നെക്സ്റ്റ്, Additional capital bring as cash. അഡീഷണൽ ക്യാപിറ്റൽ ബ്രിങ്സ് ആസ് ക്യാഷ് റുപ്പീസ് 50,000. 50,000 രൂപ ക്യാഷ് ആയിട്ട് കൂടുതൽ ക്യാപിറ്റൽ ആയിട്ട് ഇനിയും കൊണ്ടുവന്നു. അപ്പൊ ഏത് പേജിലാ ചെയ്യാം? Receipt. റെസീറ്റ് ചെയ്യാം. റെസീറ്റ് എന്താ കൊടുക്കുക? CR-ല് Cash. ക്യാഷ് ആണോ? ക്യാഷ് വന്നാൽ ക്യാഷ് DR ക്യാഷ് വരികയെന്നില്ലേ അല്ലെ? ക്രെഡിറ്റ് ആ. ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യണ്ട. ഓൾറെഡി ഉണ്ട് കേട്ടോ, നേരത്തെ ചെയ്തല്ലോ. 1,20,000 1,20,000 ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലെ? Yes. 50,000. 15,000 ഉണ്ട്. അപ്പൊ അത് 170 ആയി Cash. ക്യാഷ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Advertising expense rupees 1,000. ഏത് പേജിൽ ചെയ്യും? expense payment. പേയ്മെന്റ്. ഡെബിറ്റില് അഡ്വർടൈസിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും നമ്മളല്ലേ? അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. Indirect expense. കൺട്രോൾ എ അടിച്ചാൽ വേഗം സേവ് ചെയ്യാം. എൻ്റർ അടിച്ച് പോകണമെന്നില്ല. കൺട്രോൾ എ ആണ് ഷോർട്ട് കീ കേട്ടോ സേവ് ചെയ്യാനുള്ള. 1,000 ക്രെഡിറ്റില് Cash. ക്യാഷ്. ഇതേ ഉള്ളൂ. ഇതാണ് അക്കൗണ്ടിങ്. നെക്സ്റ്റ്, ക്യാഷ് പെയ്ഡ് ടു രാംകോ ഏജൻസീസ് റുപ്പീസ് 25,000. 25,000 രൂപ രാംകോ ഏജൻസീസിന് കൊടുക്കാനുണ്ടായിരിക്കും. കൊടുത്തു എന്നാ പറയുന്നത്. റെസീപ്റ്റ് അല്ലേ? പെയ്ഡ് ആയതുകൊണ്ട് റെസിപ്റ്റ്. പെയ്ഡ് ആയതുകൊണ്ട് റെസീപ്റ്റിലാണോ? അല്ല, പേയ്മെന്റ് പേയ്മെന്റ് ആണ്. പേയ്മെന്റ് കേട്ടോ. ഓക്കെ, ആർക്കാ കൊടുക്കുന്നേ? രാംകോ ഏജൻസീസ് 25,000. ക്രെഡിറ്റ് ക്യാഷ് പോകുന്നത് കൊണ്ട് പിന്നെ ഞാൻ ഇപ്പം തൽക്കാലം ഇവിടെ ഓൺ അക്കൗണ്ട് എന്നാ കൊടുക്കുന്നത് കേട്ടോ. ബിൽ നമ്പർ ഒന്നും കൊടുക്കാതെ. ബിൽ നമ്പർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് പർച്ചേസിന്റെ എമൗണ്ട് നമുക്ക് പഠിക്കാം. ക്രെഡിറ്റില് ക്യാഷ് കൊടുക്കാം. CR ക്യാഷ് പോയാൽ എപ്പോഴും CR-ലായിരിക്കും ക്യാഷ്. ഓക്കെ, നെക്സ്റ്റ് വൺ. സാലറി പെയ്ഡ് ബൈ ചെക്ക് SPT റുപ്പീസ് 3. അല്ലെ, SPT ബാങ്കിൽ എനിക്ക് തോന്നുന്നു SPT ബാങ്കിൽ ഒരു 5,000 രൂപയും കൂടി ഉണ്ടാവുള്ളൂ. 15 ഉണ്ടായി, 10 നേരത്തെ എടുത്തു, പിന്നെ ഒരു 5,000 ഇപ്പൊ സാലറി കൊടുക്കുകയാണ്. പേയ്മെന്റില് ഞാൻ സാലറി Alt-C അടിച്ചിട്ട് സാലറി ക്രിയേറ്റ് ചെയ്യാണ്. സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ്. കൺട്രോൾ A അടിച്ച് സേവ് ചെയ്തു. 3,000 കൊടുത്തു. ക്രെഡിറ്റിൽ ഞാൻ എന്താ കൊടുക്കുക? ക്യാഷ് ആണോ? ചെക്ക് ചെക്കല്ലേ? ഏത് ബാങ്കിന്റെ ചെക്കാ? SBT bank. രണ്ട് ബാങ്കുകൾ കൊണ്ട് ബാങ്ക് കുറക്കണ്ട. അതാ ബാങ്ക് SBTന്റെ ബാലൻസ്, കറന്റ് ബാലൻസ് 2,000 ഇനി 2,000-നേക്കാൾ കൂടുതൽ ചെക്ക് ആർക്ക് കൊടുക്കാൻ പാടില്ല? ബാങ്ക് SBTന്റെ ചെക്ക് ഇഷ്യൂ ചെയ്യരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ. സോൾഡ് മലബാർ സിമെന്റ് 50 numbers at 150. ഏത് പേജിലാ ചെയ്യാം? Sales. സോൾഡ് മലബാർ സിമെന്റ്. Agencies. ഈ പാർട്ടി അക്കൗണ്ട് നെയിമിൽ എന്താ കൊടുക്കുക? മലബാർ ഏജൻസീസ്. മലബാർ ഏജൻസീസിനാണോ വെക്കുന്നത്? മലബാർ സിമെന്റ്. മലബാർ സിമെന്റ് വെക്കുന്നത് ശരി തന്നെയാണ്. പക്ഷെ മലബാർ ഏജൻസിക്ക് വേണ്ടിട്ട് ആണോ? അല്ലല്ലോ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇവിടെ പറയുന്നത് മലബാർ സിമെന്റ് വിറ്റു, റാസി സിമെന്റ് വിറ്റു എന്നേ പറയുന്നുള്ളൂ. ആയിരിക്കുന്നൊന്നുമില്ല. അപ്പൊ ക്യാഷ് തന്നെ ആയിരിക്കും.
ഇപ്പൊ നമ്മള് ടെക്സ്റ്റ് ബുക്കിലുള്ളവർക്ക് ഇല്ലാവുമ്പോ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ തന്നെ ട്രാൻസാക്ഷൻ നടക്കുന്നത് ക്യാഷ് ആണ്. ഇത് ക്യാഷിനാണ് വെക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ക്യാഷ് കൊടുക്കും. ഓക്കെ. ഓക്കെ. ഇവിടെ സെയിൽസ് എന്നും കൊടുത്തു. ഐറ്റം പറഞ്ഞല്ലോ. സിമന്റ് മലബാർ സിമെന്റ് 250 ഉണ്ട്. അതിലെത്ര 50. 50. റേറ്റ് 150. 150. പിന്നെയോ റാംകോ സിമന്റ് ഞാൻ നിങ്ങൾ പറയുന്നതനുസരിച്ചിട്ട് തന്നെ ഞാൻ ചെയ്യുന്നതാണ്. ഞാനിവിടെ ചോദ്യം നോക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താ പറഞ്ഞ അല്ല റാസി അല്ലല്ലോ. സിമന്റ് ഓക്കെ. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരു അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു അശ്രദ്ധ മതി ആ കമ്പനിയിൽ മൊത്തം കുഴപ്പമുണ്ടാക്കാൻ. സ്റ്റോക്ക് നോക്കുന്ന സമയത്ത് സാധനം ഉണ്ടാവില്ല. അപ്പൊ ബില്ലടിച്ചത് മാറിയിട്ടുണ്ടാവും, റേറ്റ് മാറും, കസ്റ്റമർ സിമന്റ് ഉണ്ട്. അപ്പൊ കൺഫ്യൂഷൻ. എത്ര റാസി സിമെന്റ് ക്വാണ്ടിറ്റി എത്രയാ? 100. 100 അതാ പെട്ടെന്ന് കൺഫ്യൂഷൻ. നെക്സ്റ്റ് അതാ പറഞ്ഞത്, കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരുപാട് ബില്ല് ഉണ്ടാവും. ഒരു ബില്ല് എടുത്ത് അപ്പുറം വെക്കുമ്പോൾ നെക്സ്റ്റ് ബില്ല് ഇപ്പുറം ഉണ്ടാവും. കൺഫ്യൂഷൻ വരരുത്. അത്രയും കോൺസെൻട്രേഷൻ വേണം അവിടെ. അപ്പൊ 100 NOs 180. യെസ് യെസ് യെസ്. GST ഒന്നുമില്ല. ഓക്കെ. നെക്സ്റ്റ് വൺ. ഡെപ്പോസിറ്റ് ടു NMG-യിലേക്ക് ഒരു 5000 രൂപ പേയ്മെന്റിലല്ലേ? പറയൂ, ഏത് പേജിൽ ചെയ്യാം? ആരാ പറയാ? കോൺട്രയിലാണ് ഞാൻ പറയുന്നത്. നോക്കണ്ട, നിങ്ങൾ ഉറപ്പ് വരുത്തു. കോൺട്രയിലാണ്. ഡെപ്പോസിറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ ക്രെഡിറ്റിൽ എന്ത് വരും? ക്യാഷ് പോകുന്നതല്ലേ ആ ബാങ്കിലോട്ട്? ഒന്ന് സ്പീഡാക്കുന്നുണ്ട്. നമുക്ക് ഇപ്പൊ ടൈമായി, 1 മണിക്കൂറായി. ഇത് തീർക്കണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്. ബാങ്ക് NMG ഉണ്ടാവണല്ലോ. ബാങ്ക് NMG ഇല്ല അല്ലെ? ഇല്ല. പുതിയ ബാങ്ക്. ഓക്കെ. നെക്സ്റ്റ് വൺ. പർച്ചേസ് സ്പീഡിൽ പറഞ്ഞാൽ ഞാൻ വേഗം നമുക്ക് അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകണം. അപ്പൊ എൻട്രി ചെയ്യാൻ ഇപ്പൊ നമ്മള് 2 കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. ഓപ്പണിംഗ് ബാലൻസ് നന്നായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും ആവശ്യമുള്ളതാണ്. ഐറ്റം ക്രിയേറ്റ് ചെയ്യുക, സൺഡേ ഡെപ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, സൺഡേ ക്രെഡിറ്റേഴ്സ്, അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? പ്രോബ്ലം ചെയ്യാൻ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന കാര്യത്തിൽ കുറച്ച് എന്താ പറയാ, നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമാണ്. സ്പീഡായിട്ട് നമുക്ക് പോകാം. അപ്പോ പർച്ചേസ് F9 എടുത്തു. ഓക്കെ. പാർട്ടീസ് അക്കൗണ്ട് നെയിമിൽ എന്താ? ക്യാഷ് അല്ല. ഓക്കെ. സൺഡേ ഡെപ്റ്റേഴ്സ് അല്ലേ? അല്ല. സൺഡേ ക്രെഡിറ്റേഴ്സ്. ഓക്കെ. എമൗണ്ട് അടിച്ചോളൂ. എമൗണ്ട് എത്രയാ? പർച്ചേസ് കൊടുത്തു. ഐറ്റംസ് മലബാർ സിമന്റ് എത്രയാ? 50. 50. റേറ്റ് 150. അപ്പൊ ഇവരുടെ അടുത്ത് റേറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. മലബാർ സിമെന്റിന് 120. ഓക്കെ. നെക്സ്റ്റ് വൺ. റാംകോ സിമന്റ് 100. റേറ്റ് 150. 115 അല്ലേ? ഓക്കെ. ഓക്കെ അല്ലേ? ഇനിയുണ്ടോ? നെക്സ്റ്റ് വൺ. ലോൺ ടേക്കൺ ഫ്രം NMG ബാങ്ക് ₹10,000. ഇത് ഏത് പേജിലാ ചെയ്യാം? ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് NMG ബാങ്കിൽ ഓൾറെഡി എന്തുണ്ട്? അക്കൗണ്ട് ഉണ്ട്, പൈസയുണ്ട്. ഓക്കെ. അതിൽ നിന്ന് പൈസ എടുക്കുന്നതാണെങ്കിൽ ക്യാഷ് ടേക്കൺ ഫ്രം അല്ലെങ്കിൽ വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് NMG എന്നേ പറയേണ്ടതുള്ളൂ. ഇവിടെ ലോൺ എന്ന് പറഞ്ഞത് കൊണ്ട് ഇത് ലോൺ എടുത്തതാണ് കേട്ടോ. ലോൺ NMG-യിൽ നിന്ന് ലോൺ എടുത്തതാണ്. അതുകൊണ്ട് അത് കോൺട്രയിൽ വരില്ല. അത് ബാങ്ക് NMG നമ്മൾ പൈസ കടം വാങ്ങുന്നതായിട്ട് കാണിച്ചിട്ട് ക്യാഷ് വരുന്നതായിട്ട് റിസീപ്റ്റിൽ മാത്രമാണ് വരിക. അപ്പോ ഡെബിറ്റിലെ ക്യാഷും ഇവിടെ ലോൺ NMG എന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും.
ലോൺ NMG. ലോൺ NMG നമ്പർ ലോൺ ലയബിലിറ്റി. നേരത്തെ നമ്മൾ ലോൺ ചെയ്തതാണ്. ഓക്കെ, എമൗണ്ട് വരുന്നത് 10,000. 10,000. 10,000. 10,000. ഇവിടെ ക്യാഷ് കൊടുക്കാം. ഓക്കെ, Rent received. Rent റെന്റ് received. റിസീവ്ഡ് അല്ലെ? റെന്റ് റിസീവ്ഡ് ഏത് പേജിലാ ചെയ്യാം? Receipt. റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ് നമുക്ക് വേറെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. Indirect income. ഇൻഡയറക്റ്റ് ഇൻകം Income. ആണ്. Income. എമൗണ്ട് 1,500. DRൽ ക്യാഷ് അല്ലേ? Yes. അടുത്തത് Sundry expenses. Sundry expense. എന്താ സണ്ടർ എക്സ്പെൻസ് എന്ന് പറഞ്ഞാല്? സണ്ടർ പലവക ചെലവുകൾ എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. എല്ലാം കൂടെ കൂടിയിട്ട് ഒരു 1,500 രൂപ അങ്ങനെ ചെലവായിട്ടുണ്ടാവും. അപ്പൊ എല്ലാം കൂടെ കൂടി നമ്മൾ സണ്ടർ എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ്, ഒരു കൂട്ടം ചെലവുകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് ചിലപ്പോൾ ക്ലീനിങ് ആയിരിക്കും. എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആട്ടോ. Indirect expense. എമൗണ്ട് 500. Cash. ക്യാഷ്. നെക്സ്റ്റ് വൺ, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം PM ഫർണിച്ചർ ഓഫീസ്. 5,000 രൂപയുടെ ഫർണിച്ചർ കടമായിട്ട് വാങ്ങി. ഏത് പേജിലാ ചെയ്യാം? Furniture. പർച്ചേസിൽ ചെയ്യാൻ പാടില്ല. പർച്ചേസിൽ വിൽക്കാനുള്ള സാധനങ്ങൾ മാത്രം, ഇത് ഉപയോഗിക്കാനുള്ള സാധനമാണ് ഈ ഫർണിച്ചർ. ഓക്കെ, സിമെന്റ് കടയിൽ ഫർണിച്ചർ വിൽക്കാനല്ലല്ലോ. ഓക്കെ, പിന്നെ നമ്മൾ ഏതിലാ ചെയ്യാം? പേയ്മെന്റിൽ ചെയ്യാനും കഴിയില്ല, കാരണം പേയ്മെന്റ് ചെയ്യണമെങ്കിൽ ക്യാഷ് പോകണം. ഇത് കടയില്ല. വെരി ഗുഡ്. ജേണൽ ഇവിടെ നമ്മുടെ ഫർണിച്ചർ ഓൾറെഡി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഫർണിച്ചർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 18,000 രൂപന്റെ ഫർണിച്ചർ ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ 5,000 രൂപന്റെ ഫർണിച്ചർ കൂടി വാങ്ങുകയാണ്. ക്രെഡിറ്റില് നമ്മൾ എന്ത് ചെയ്യാം? ക്യാഷ് അല്ല, PM ഫർണിച്ചർ. Furniture. വെരി ഗുഡ്. അണ്ടർ Sundry creditors. വെരി ഗുഡ്. സൺഡ്രി ക്രെഡിറ്റേഴ്സ്. കൺട്രോൾ അടിച്ച് ഷോർട്ട് ആയിട്ട് ഞാൻ സേവ് ചെയ്ത് പോവാണ് ഫീൽഡ്. ഇനി വേണ്ടത് ചെക്ക് റിസീവ്ഡ് ഫ്രം ഷാനിം ട്രേഡേഴ്സ് 24,000. SBTന്റെ ചെക്ക് കിട്ടിയിട്ടുണ്ട്. ഷാനിം ട്രേഡേഴ്സ് 25,000 രൂപ തരാനുണ്ട് കേട്ടോ. അപ്പൊ അതില് കുറെ കാലമായി ഇവിടെ പൈസ തരാനുണ്ടായിട്ട് കുറെ വിളിച്ചു. ലാസ്റ്റ് ഗതികെട്ടിട്ട് അവനെന്ത് ചെയ്തു? നമുക്ക് 24,000 രൂപന്റെ ചെക്ക്, ബാക്കിയുള്ള ക്യാഷ് മിക്കവാറും പോവും, തരാൻ ലാഭം മുങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ ഏത് പേജിലാ ചെയ്യാം? റിസീപ്റ്റിൽ നമുക്ക് ചെക്ക് കിട്ടുന്നതല്ലേ? Receipt. ഓക്കെ, ഡെബിറ്റിലാണ് ബാങ്ക് കൊടുക്കുക. ഇവിടെ നമുക്ക് ഷാനിം ട്രേഡേഴ്സ് സെലക്ട് ചെയ്യാം. ഷാനിം ട്രേഡേഴ്സ് എന്ന് കൊടുക്കുന്ന സമയത്ത് തന്നെ അവിടെ എത്ര കാണുന്നുണ്ട്? 25,000 കാണുന്നുണ്ട്. ഞാൻ 24,000 കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഡെബിറ്റിൽ ഞാൻ എന്ത് കൊടുത്തു? ബാങ്ക് SBT കാണും. അപ്പൊ ചെക്ക് ക്യാഷ് തരാനുള്ള ചെക്ക് തന്നാൽ എൻട്രി ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. റിസീപ്റ്റിൽ ചെയ്യാം ഈ രീതിയിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, Cash received from ദാദാജിയും ഒരു 15,000 തരാനുള്ളതിൽ 5,000 തരുന്നുണ്ട്. ക്യാഷ് ആയിട്ട് ഇവിടെ ദാദാജി നോക്കുക. എമൗണ്ട് 1,000. ഡെബിറ്റില് ക്യാഷ് കൊടുക്കുക അല്ലെ? Yes. ഓക്കെ, ഇനിയാണ് അഡ്ജസ്റ്റ്മെന്റുകൾ. വെരി ഇമ്പോർട്ടന്റും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് എന്ന് എനിക്ക് തോന്നുന്ന സംവിധാനങ്ങളാണ് ഞാൻ അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന രീതിയിൽ പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കൂല. എല്ലാവരും ഓക്കെ? എല്ലാവരും ഓക്കെ പറഞ്ഞേ, മൈക്ക് ഓൺ ചെയ്തിട്ട്. Okay, sir. ഓക്കെ, ഒരു നോട്ട്ബുക്ക് എടുക്കുക. അപ്പൊ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കുക. അഡ്ജസ്റ്റ്മെന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മള് പിന്നെ മാർച്ച് 31 ആകുമ്പോൾ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റിൽ വളരെയധികം അല്ലെ, ബാങ്കുകൾ എല്ലാവരും മാർച്ച് 31 നമുക്ക് അക്കൗണ്ട് സെറ്റിൽ ചെയ്യണം എന്ന് പറയുന്ന ഒരു സംവിധാനം. അപ്പോൾ അക്കൗണ്ട്സ് ഒരു സമയമാകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോ ഞാൻ പറയുന്നത് മാർച്ച് 31 ഓക്കെ, എനിക്ക് ഈ കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻസുകൾ കംപ്ലീറ്റ് എടുത്ത് കാണിക്കേണ്ടതുണ്ട്. പക്ഷേ ചിലപ്പോ സാലറി ഒരാൾ സാലറി വാങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ സാലറി വാങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ എൻട്രി ചെയ്തിട്ടുണ്ടാവില്ല. മറ്റൊരു ഉദാഹരണം പറയാം,
വാടക കൊടുക്കുക, നമ്മുടെ ഷോപ്പിന്റെ വാടക കൊടുക്കണമല്ലോ, റെന്റ് കൊടുക്കണം. എല്ലാ മാസവും പിന്നെ 1200 രൂപയാണ് ഒരു മാസത്തെ റെന്റ് എന്ന് കരുതുക. ഓക്കെ, അപ്പൊ ഒരു മാസത്തെ റെന്റ് 1200 രൂപയാണെങ്കിൽ ഞാൻ മാർച്ച് 31 അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് മാർച്ചിലെ റെന്റ് കൊടുക്കുക ഞാൻ ഏപ്രിൽ ഒരു 5-ാം തീയതി ആയിരിക്കും, ശരിയല്ലേ? അപ്പോ ഈ മാർച്ച് 31 ഞാൻ റിപ്പോർട്ട് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാവില്ല? മാർച്ചിലെ റെന്റ് ഉണ്ടാവില്ല. മാർച്ചിലെ റെന്റ് എപ്പോഴേ വരുള്ളൂ? ഏപ്രിൽ, അല്ലേ? അപ്പൊ നമ്മൾ ഈ ചെയ്ത റിപ്പോർട്ട് കറക്റ്റ് ആണോ? മാർച്ച് വരെയുള്ള കണക്കെടുത്ത സമയത്ത് ലാഭം 1,00,000 കിട്ടിയെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? നോക്കുമ്പോ അതാ ക്യാഷ് കൊടുക്കാനുണ്ട്, പിന്നെ റെന്റ് കൊടുത്തിട്ടില്ല. അപ്പൊ അത് കുറച്ചാലല്ലേ നമ്മൾ കറക്റ്റ് പ്രോഫിറ്റ് പറയാൻ പറ്റുള്ളൂ. അതെ. അതേപോലെ എൻ്റെ ഒരു സ്റ്റാഫ് ഫാത്തിമ എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് ഉണ്ട്. ഈ സ്റ്റാഫ് വീട്ടിലെ ചില ആവശ്യത്തിന് ഇവിടെ ഒരു 25,000 രൂപ സാലറി അഡ്വാൻസ് എൻ്റെ അടുത്ത് കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഓൾറെഡി ഞാൻ സാലറി അഡ്വാൻസ് കൊടുത്താൽ ഏത് പേജിലാണ് ചെയ്യാം? പേയ്മെന്റിൽ ചെയ്യും. ക്യാഷ് ഓൾറെഡി പോയിട്ടുണ്ടല്ലോ. പക്ഷെ ആ സാലറി ഈ മാർച്ചിന് കൊടുക്കേണ്ട സാലറി അല്ല, അടുത്ത മാസം കഴിഞ്ഞാൽ കൊടുക്കേണ്ടതാ. നേരത്തെ സാലറി കൊടുത്തില്ലേ? അപ്പൊ അത് ശരിക്കും ഒരു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്യും. കാരണം ഈ ഒരു റിപ്പോർട്ട് കറക്റ്റ് അല്ല. കാരണം എന്താ? സാലറി ഒക്കെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതായത് ഈ കഴിഞ്ഞ വർഷത്തെ അക്കൗണ്ട് ആണ് ചെയ്യുന്നതെങ്കിൽ ആ വർഷത്തെ എക്സ്പെൻസ് മാത്രമേ എൻട്രി ചെയ്യാവൂ. എക്സ്പെൻസ് എൻട്രി ചെയ്തിട്ടുണ്ടാവും. എൻട്രി ചെയ്തിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എപ്പോഴാണ് കറക്റ്റ് ആവുക? അഡ്ജസ്റ്റ് ചെയ്താൽ സാലറി അഡ്വാൻസ് ചോദിച്ചാൽ കൊടുക്കാം, പേയ്മെന്റ് ചിലപ്പോൾ കൊടുക്കാനില്ലെങ്കിൽ നമ്മൾ കൊടുക്കില്ല. പക്ഷെ ഇത് എന്ത് ചെയ്യണം? നമ്മുടെ റിപ്പോർട്ടിൽ കാണിച്ചിരിക്കണം. അപ്പൊ ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റുകൾ ഇങ്ങനെയാ പറയുന്നത്: 1200 രൂപ റെന്റ് കൊടുക്കാൻ ബാക്കിയുണ്ട്. 1200 രൂപ എന്ത് ചെയ്യാൻ ബാക്കിയുണ്ട്? റെന്റ് കൊടുക്കാൻ ബാക്കിയുണ്ട്. നമ്മളിപ്പോ കൊടുക്കുന്നില്ല, പക്ഷെ നമ്മൾ കൊടുക്കാൻ ബാക്കിയുണ്ട് എന്നാണ് എൻട്രി ചെയ്യുന്നത്. അപ്പൊ ഈ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് കംപ്ലീറ്റ് ചെയ്യല് ജേണലാണ്. ജേണൽ എടുത്തിട്ട് ഇവിടെ നമുക്ക് റെന്റ് കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ എന്താ എൻട്രി കൊടുക്കാം? റെന്റ് കൊടുത്താൽ എന്താ എൻട്രി കൊടുക്കാം? റെന്റ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു അറിയാവോ? റെന്റ് കൊടുക്കാനുണ്ട്, റെന്റ് പെയ്ഡ് മുകളിൽ കൊടുത്തു, താഴെ ക്യാഷിന് പകരം ഞാൻ പുതിയൊരു എൻട്രി ക്രിയേറ്റ് ചെയ്യണം. എന്തെന്നറിയാമോ? റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്. റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ അണ്ടർ ഞാൻ കൊടുക്കും ഒരു ലയബിലിറ്റി ആയിട്ട്, ഒരു ബാധ്യതയല്ലേ ശരിക്ക് കൊടുക്കാനുള്ളത്. കറന്റ് ലയബിലിറ്റി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് ആയിട്ട് പോകുന്നില്ല. അതേ സമയത്ത് റിപ്പോർട്ടിൽ ഇങ്ങനെ കാണിക്കും എന്ത്? റെന്റ് കൊടുത്തതായിട്ട് കാണിക്കും. പക്ഷെ റെന്റ് കൊടുക്കാൻ ബാക്കിയുണ്ട്. റെന്റ് കൊടുത്തു എന്നതിനെ ശരിക്കും ഞാൻ റെന്റ് കൊടുക്കുമ്പോ റെന്റ് കൊടുത്തു, താഴെ ക്യാഷ് കൊടുക്കുന്നു. അപ്പൊ ക്യാഷ് കൊടുത്തു, ആ റെന്റ് എന്ന് പറഞ്ഞ ബാധ്യത ഒഴിവായി. ഇവിടെ താഴെ ക്യാഷ് കൊടുക്കാത്തത് കൊണ്ട് റെന്റ് എന്തായി മാറും? റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് മാറും. അപ്പൊ അതാണ് ഇത്രയും മനസ്സിലാക്കേണ്ടത്. അഡ്ജസ്റ്റ്മെന്റ് എൻട്രി കൊടുക്കേണ്ടത് ജേണലിലാണ്. പിന്നെ അതിന്റെ ജേണൽ എൻട്രി മാത്രം മനസ്സിലാക്കിയാൽ മതി. റെന്റ് കൊടുക്കാനുള്ളതൊക്കെ താഴെ ക്യാഷിന്റെ സ്ഥാനത്ത് ഒന്ന് കൊടുക്കുക. ഒന്നുകിൽ വേഗം കൊടുത്തു തീർക്കാം. നമ്മളൊക്കെ എന്താ ചെയ്യാന്ന് പറഞ്ഞാല് അന്ന് മാർച്ചിന് തന്നെ എല്ലാവരെയും വിളിച്ചിട്ട് ക്യാഷ് തരാനുള്ളവരോടൊക്കെ കൊടുക്കാനുള്ളവരൊക്കെ കൊടുത്തു തീർക്കും. നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ സാധാ എൻട്രി ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഇനി നമ്മൾ വിളിച്ചിട്ടും വരാത്ത ആൾക്കാരൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രീതിയിൽ ഒരു എൻട്രി കൊടുത്തു വെക്കുന്നു, റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്. ഇപ്പൊ ശരിക്കും ഞാൻ നോക്കാം, ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ബാലൻസ് ഷീറ്റ് എടുക്കുകയാണ്. ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കറന്റ് ലയബിലിറ്റീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നോക്കിയാൽ അവിടെ കാണാൻ പറ്റും റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്. ഒരു 1,800 റെന്റ് കൊടുക്കാനുണ്ട്. സൺഡ്രി ക്രെഡിറ്റേഴ്സ് പൈസ വേറെ കൊടുക്കാനുണ്ട്. അതിന്റെ കൂടെ എന്ത് കൊടുക്കാനുണ്ട്? 1,800 കൊടുക്കാനുണ്ട്. അപ്പൊ റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസും വന്നു. അതേ സമയത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ വരും. ഓക്കെ. ആരാ പാട്ട് പാടുന്നേ? ഓക്കെ, അടുത്തത് പ്രീപെയ്ഡ് സാലറി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റാഫിന് സാലറി അധികം കൊടുത്തു കഴിഞ്ഞാല് വോയിസ് ഓക്കെ അല്ലേ? ഹലോ, സാലറി അധികം കൊടുത്തു.
ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നു, ഞാൻ ഫാത്തിമക്ക് സാലറി ഒരു 100 രൂപയാണ് സാലറി അഡ്വാൻസ് കൊടുത്തത്. അപ്പൊ എനിക്ക് ഇന്ന് മാർച്ച് 31 അക്കൗണ്ട് റിപ്പോർട്ട് കൊടുക്കേണ്ട ദിവസമാണ്. കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ മാനേജർ ഇഷ്യൂ ആക്കും. കാരണം എന്താ, മാനേജർ റിപ്പോർട്ട് നോക്കിയിട്ട് പറയും, എടാ എത്ര ലാഭമുണ്ട്, ഇത്ര ലാഭമുണ്ട്. അപ്പോ നീ സാലറി അഡ്വാൻസ് കൊടുത്തിട്ടില്ലേ, അപ്പൊ അതും കൂടി ലാഭത്തിൽ വരേണ്ടത്, അത് അടുത്ത മാസം കൊടുക്കേണ്ടത് ഇപ്പോൾ കൊടുക്കും. ഒന്നുകിൽ ആ സ്റ്റാഫിനെ വിളിച്ചിട്ട് തിരിച്ചു വാങ്ങണം, സാലറി അഡ്വാൻസ് തിരിച്ചു വാങ്ങണം, എന്നിട്ട് ഇവിടെ എൻട്രി ചെയ്യണം. അല്ലെങ്കിൽ അതിവിടെ എൻട്രി ചെയ്യണം. അപ്പൊ പ്രീപെയ്ഡ് സാലറി ജേണലിലാ ചെയ്യേണ്ടത്. സാലറി കൊടുത്താൽ നമ്മൾ എന്താ ജേണൽ എൻട്രി കൊടുത്തിട്ടുണ്ടാവുക? നിങ്ങള് സാലറി കൊടുത്താൽ നമ്മൾ എന്താ എൻട്രി കൊടുക്കാം? ജേണൽ എൻട്രി, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. സാലറി സാലറി അക്കൗണ്ട് ടു ക്യാഷ്. ക്യാഷ് അക്കൗണ്ട് എന്നല്ലേ, ആ അല്ലേ? ആ ഇവിടെ യെസ്. ഞാൻ കൊടുക്കുന്നത് പ്രീപെയ്ഡ് സാലറി പ്രീപെയ്ഡ് സാലറി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വത്താണ്, കറന്റ് അസറ്റ് ആണ്. കാരണം എന്താ, കൊടുക്കാൻ ആവുന്നതിന് മുമ്പേ കൊടുത്തതാണ്. നമുക്ക് വിളിച്ചാൽ ക്യാഷ് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമല്ലോ. അല്ലെങ്കിൽ അടുത്ത മാസത്തെ സാലറി പിന്നെ ഒരാൾക്ക് വരല്ലേ, കട്ട് ചെയ്യാലോ. അപ്പൊ ഇതൊരു അസറ്റ് ആണ്. അടുത്ത മാസം സാലറി കൊടുക്കുന്നത് ഞാൻ ഇതിൽ എൻട്രി ചെയ്ത് കാണിച്ചത് കേട്ടോ. ഇപ്പൊ ഞാൻ പ്രീപെയ്ഡ് സാലറി കറന്റ് അസറ്റ് ആയിട്ട് കാണിച്ചു കേട്ടോ. ഓക്കെ, ₹100 സാലറി ഡെപ്റ്റർ താഴെ സാലറി. ഓക്കെ ഓക്കെ. ഓക്കെ, അത് ഞാൻ അതൊന്നും കൂടി പറഞ്ഞുതരാം. ഇപ്പൊ പ്രീപെയ്ഡ് സാലറി ഒരു അസറ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ നമ്മൾ പേരൊന്നും കൊടുക്കുന്നില്ല. സാധാരണ ആരുടെ പേരാണ് കൊടുക്കുക. ഞാൻ അടുത്ത ഒരാൾക്ക് സാലറി കൊടുക്കുമ്പോൾ എൻട്രി നോക്കണേ, അയാൾക്ക് തന്നെ കൊടുക്കാം കേട്ടോ സാലറി. അയാൾക്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്താകും പറയാ, 500 രൂപയാണ് സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ അടുത്ത എൻട്രി ചെയ്താ പേയ്മെന്റ് എടുക്കും, സാലറി എടുക്കും. എന്നിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, സാലറി 500 രൂപ. ഓക്കെ, എന്നിട്ട് ഞാൻ ക്യാഷ് എത്ര കൊടുക്കുന്ന അറിയാം, ക്യാഷ് ഞാൻ 400 കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഒരു ക്രെഡിറ്റും കൂടി ഇടും. അവിടെ ഞാൻ നേരത്തെ കൊടുത്ത പ്രീപെയ്ഡ് സാലറി സെലക്ട് ചെയ്യും. അയാൾക്കൊക്കെ 400 മതിയാവും. പക്ഷെ എനിക്ക് ഇവിടെ 500 കാണിക്കാൻ പറ്റും. സാലറി 500 കൊടുത്തു, 400 ക്യാഷും 100 മുമ്പേ കൊടുത്ത ഇങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ പ്രീപെയ്ഡ് എന്നുള്ളത് സാലറി അഡ്വാൻസ്, കാരണം എല്ലാ സ്ഥാപനങ്ങളിലും ഉള്ള ഒരു കാര്യമാണ് സാലറി അഡ്വാൻസ് എന്നുള്ളത്. അപ്പൊ ഒരാള് 15,000 രൂപ ഉള്ള ഒരാള് 5,000 രൂപ സാലറി അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം അയാൾക്ക് എത്രയേ വാങ്ങാനുണ്ടാവുള്ളൂ? 400. ഒന്നുകൂടി പറയാം, ഒരാൾക്ക് നിങ്ങൾക്ക് സാലറി 15,000 ആണ്. ഓക്കെ, നിങ്ങൾ 5,000 അഡ്വാൻസ് ആയിട്ട് വാങ്ങി. അടുത്ത മാസം നിങ്ങൾക്ക് എത്രയേ കിട്ടുള്ളൂ? 10,000. 10,000. പക്ഷെ എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10,000 എന്നാണോ ഇവിടെ എൻട്രി ചെയ്യേണ്ടത്? 15,000 സാലറി കൊടുക്കണം. അത് ക്യാഷിൽ 10ഉം കാശില് 10,000 കിട്ടുക. അഡ്വാൻസ് കൊടുത്തപ്പോൾ എൻട്രി ചെയ്ത പ്രീപെയ്ഡ് സാലറി ഇവിടെ. അതാണ് കറക്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ്, ഡെപ്രിസിയേഷൻ ഓൺ മെഷീനറി. അതായത് കറക്റ്റ് ആയിരിക്കണം അല്ലെ, നമ്മുടെ ഒരു അക്കൗണ്ടിങ് എന്നൊക്കെ പറയുന്നത് കറക്റ്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ഒരു വർഷം നമ്മുടെ മെഷീനറി ഉപയോഗിച്ചു, ഒരു വർഷം നമ്മുടെ ഫർണിച്ചർ ഉപയോഗിച്ചു. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഒരു ഏകദേശം മെഷീനറിയുടെ ഒക്കെ ഒരു വാല്യൂ കുറഞ്ഞു, പുതിയ വാങ്ങിയ പോലെ അല്ലല്ലോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കമ്പനിയിൽ തീരുമാനമായിട്ടുണ്ടാവും 10% ഓരോ വർഷം കഴിയുമ്പോഴും നമ്മളുടെ ഫർണിച്ചർ മെഷീനറിയുടെ ഡെപ്രിസിയേഷൻ 10% ആയിരിക്കും. അപ്പൊ അതും നമ്മൾ ജേണലിൽ എൻട്രി ചെയ്യാം. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് തേയ്മാനം എന്നാണ് പറയാം, പഴയതാവുക എന്നാ പറയാം. ഇപ്പൊ നമ്മുടെ കമ്പനീന്റെ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൽ മെഷീനറി 20,000 രൂപൻ്റെതാ ഉണ്ടാവുക അല്ലെ. ഒരു വർഷം നമ്മൾ ഉപയോഗിച്ചു, ഈ 20,000 രൂപന്റെ മെഷീനറി തന്നെ ഇപ്പോഴും ഉണ്ടോ? നമ്മൾ ഉപയോഗിച്ച് പഴയതായില്ലേ അത്. അപ്പൊ അതിന്റെ തേയ്മാനം കൂടി അക്കൗണ്ടിൽ, അതിന്റെ പിന്നെ ആ ഒരു പഴയതാവുക എന്ന സംവിധാനം കൂടി അക്കൗണ്ടിൽ കാണിക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഞാനിപ്പോ ഒരു വാഹനം വാങ്ങി, ഒരു ഡെലിവറി വാഹനം വാങ്ങി, സാധനമൊക്കെ ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ 10 ലക്ഷത്തിന് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ 10 ലക്ഷം തന്നെ ഇനി വിറ്റാൽ കിട്ടൂലല്ലോ. അപ്പൊ അതൊരു 6 ലക്ഷം 7 ലക്ഷം ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ ആ കുറയുന്ന 3 ലക്ഷത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിപ്രീസിയേഷൻ. ഓക്കെ ആണല്ലോ? അപ്പൊ ഡിപ്രീസിയേഷൻ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഡിപ്രീസിയേഷൻ അണ്ടർ എന്താ?
ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒരു ചെലവായിട്ട് കാണിച്ചാൽ മതി കേട്ടോ. സാലറി ഒക്കെ ഉള്ള പോലെ തന്നെ ഒരു ചെലവാണ് ഡിപ്രിസിയേഷനും. അപ്പോൾ ഇവിടെ പിന്നെ മെഷീനറി 10% ആണ്. അപ്പോൾ അവിടെ എത്ര രൂപന്റെ മെഷീനറിയാണ് നമ്മളുള്ളത്? 2000 രൂപന്റെ അല്ലേ? അപ്പൊ 2000 രൂപന്റെ 10% അല്ല 20,000ന്റെ 10% എത്ര ആയിരിക്കും? 2000 രൂപയായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാം. ഞാൻ നോടി പറഞ്ഞത് ഇല്ല, മനസ്സിലായില്ല? മനസ്സിലായി. ഓക്കെ ഓക്കെ. വോയിസ് എന്തോ ബ്രേക്ക് ആകുന്നുള്ളതാണ്. ആ നെക്സ്റ്റ് വൺ ഫർണിച്ചറും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ഉം. ഫർണിച്ചർ 5% അല്ലേ നമുക്ക്? ഫർണിച്ചർ എത്രയുള്ള 18,000 ഉള്ളത്. 18,000. പിന്നെ ഒരു ഫർണിച്ചർ വാങ്ങുന്നത് ഇപ്പൊ ലാസ്റ്റ് വാങ്ങിയതാ കാമത്തിന്റെ അടുത്ത്. അത് നമ്മള് അല്ല പിന്നെ PM ഫർണിച്ചർ മാറ്റുന്നു. അതുകൊണ്ട് അതിന് നമുക്ക് ഏതായാലും ഒരു വർഷം ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന് ഡിപ്രിസിയേഷൻ കൊടുക്കുന്നില്ല. 18,000ന്റെ 5% എത്രയാണ്? 900 രൂപ വരിക. 900. നിങ്ങളെ കിളി പോയി തോന്നല്ലോ. ഡിപ്രിസിയേഷൻ ഓക്കെ. നെക്സ്റ്റ് ബാഡ് ഡെപ്റ്റേഴ്സ് ₹1000. അതായത് കംപ്ലീറ്റ് ചെലവുകളും ചെയ്യണം. ഷാനൻ ട്രേഡേഴ്സ് 25,000 രൂപ തരാനുണ്ടായിരുന്നു. അപ്പൊ ഷാനൻ ട്രേഡേഴ്സ് 24,000 ചെക്ക് തന്നിട്ട് പറഞ്ഞു ഞാൻ 1000 തരില്ല. എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഒരു വർഷമായി. വെറുതെ നമ്മൾ ഈ അക്കൗണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് എപ്പോഴും സൺഡേ ഡെപ്റ്റേഴ്സ് ലിസ്റ്റിൽ കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്താ അത് എഴുതിത്തള്ളാം. ഈ എഴുതിത്തള്ളുന്നതിന് പറയുന്ന പേരാണ് ബാഡ് ഡെപ്റ്റേഴ്സ്. കിട്ടാക്കടം. ക്യാഷ് തരാനുള്ള ആൾ ഇനി ഒരിക്കലും തരൂല. അത് കുറേ വിളിച്ച് അവസാനം നമ്മൾ ഇതിൽ മാറ്റുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? ബാഡ് ഡെപ്റ്റേഴ്സ്. ബാഡ് ഡെപ്റ്റേഴ്സ്. അപ്പൊ ഈ ക്യാഷിന് പകരം ക്യാഷ് തന്നാൽ ക്യാഷ് അക്കൗണ്ട് ടു ഷാനൻ ട്രേഡേഴ്സ് ആണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ബാഡ് ഡെപ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. ഇതൊരു എക്സ്പെൻസ് ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. കിട്ടാക്കടം ഒരു ചെലവായിട്ട് എഴുതി തള്ളിയാൽ മതി. ഒരു ചെലവാണ്. എന്തെങ്കിലും ഒരു ചെലവ്, ഒരു 1000 രൂപ ചെലവായി. കാരണം ഇപ്പൊ ഷാനൻ ട്രേഡേഴ്സിന്റെ ബാലൻസ് എത്രയായി? 0 ആയി. കണ്ടില്ലേ? അല്ലേ? ശരിക്കും 25,000 രൂപ തരാനുണ്ടായില്ലേ ഷാനൻ ട്രേഡേഴ്സ്? ഇപ്പൊ 24,000 നമുക്ക് തന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ബാലൻസ് നമ്മൾ എന്താക്കി? ബാഡ് ഡെപ്റ്റേഴ്സ് എന്ന് എഴുതി. ക്യാഷ് എന്ന് എഴുതുന്നതിന് പകരം ബാഡ് ഡെപ്റ്റേഴ്സ് എന്ന് എഴുതി എൻ്റർ ചെയ്തു. കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത്. പക്ഷേ ടെൻഷൻ ആവട്ടെ. ഇതൊന്നുകൂടി ഈ ഒരു പ്രോബ്ലം 1, 2, 3 പ്രാവശ്യം ചെയ്യുക. അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് അതിന്റെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. അഡ്ജസ്റ്റ്മെന്റുകൾ എന്നുള്ളത് കുറച്ച് അക്കൗണ്ടിങ്ങിന് കുറച്ചൊരു ടഫുള്ള ഭാഗമാണ് ഈ ഒരു ഭാഗം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എക്സാമിന് ഉണ്ടാവുന്ന ഒരു ചോദ്യം. ഈ രീതിയിലായിരിക്കും. ആദ്യം ഓപ്പണിംഗ് ബാലൻസ് തരും. അതിന് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാവും. പിന്നെ കണ്ടിന്യൂ ആയിട്ട് ചോദ്യങ്ങൾ വരും. അതിനുശേഷം അഡ്ജസ്റ്റ്മെന്റുകൾ, ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. ഈ രീതിയിലാണ്. ഓക്കെ ആണല്ലോ? നമുക്ക് ഇതിന്റെ ആൻസർ എടുത്ത് നോക്കാം. കണ്ടില്ലേ? നോക്കിയേ. ക്യാപിറ്റൽ 1,70,000. ശരിയല്ലേ? അതിലൊരു 10,000 രൂപ എന്താക്കിയിട്ടുണ്ട്? ഡ്രോയിങ് ആക്കിയിട്ടുണ്ട്. ബാക്കി 1,60,000 ക്യാപിറ്റൽ ഉള്ളത്. നമ്മുടെ കമ്പനിയുടെ ഒരു വർഷം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ചെയ്ത് എൻട്രി ചെയ്തതിനു ശേഷമുള്ള റിപ്പോർട്ടാണിത്. ഫിക്സഡ് അസറ്റ് കണ്ടില്ലേ? ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി. ഇത്രയാണ് നമുക്ക് ഫർണിച്ചറുകൾ. പിന്നെ ഈ സംവിധാനം ഉള്ളത്. ഇത് ഫിക്സഡ് അസറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ കാണിച്ചു. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി എൻട്രി ചെയ്തെടുക്കാം. എന്തൊക്കെയാണ് ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉള്ളത്? പ്രിന്റ് ഔട്ട് എടുക്കാം കേട്ടോ ഇത് വെച്ചിട്ട്. അതുപോലെ സൺഡേ ഡെപ്റ്റേഴ്സിൻ്റെതും വേണമെങ്കിൽ നമുക്ക് എന്തൊക്കെ? ദാദാജിയും കിരണുമാണ് ഇപ്പോൾ സൺഡേ ഡെപ്റ്റേഴ്സ് ഉള്ളത്. ക്യാഷ് ഇൻ ഹാൻഡിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ക്യാഷ് വന്നതും പോയതും കാര്യങ്ങളൊക്കെ. ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഒരു 10,500 ഉണ്ടായിരുന്നു. 2,000 പിന്നെ ക്യാഷ് പോയി. പിന്നെ ഇങ്ങനെ ക്യാഷ് വന്നു പോയതുമായ ഡീറ്റെയിൽസ്. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട്, ബാങ്കുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വേണമെങ്കിൽ ബാങ്ക് NMT ഉണ്ട്, ബാങ്ക് SBT ഉണ്ട്. ബാങ്ക് SBT എടുത്താൽ ഡീറ്റെയിൽസ് ആയിട്ട് വരാം. 15,000 ഉണ്ടായിരുന്നു. 10,000 ഓഫീസിലേക്ക് എടുത്തു. 3,000 രൂപ സാലറി കൊടുത്തു. പിന്നെ ഒരു 24,000 ഷാനൻ ട്രേഡേഴ്സ് ചെക്ക് തന്നു. ഇപ്പൊ 26,000 രൂപ ബാലൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ബിൽസ് റിസീവബിൾ ഉണ്ട്. പ്രീപെയ്ഡ് സാലറി ഒരു അസറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. കണ്ടില്ല? റിപ്പോർട്ടിൽ പ്രീപെയ്ഡ് സാലറി ഒരു അസറ്റ് ആയിട്ട് 100 രൂപ ഉണ്ട്. കാണുന്നുണ്ടോ? ഓക്കെ. അതേപോലെ തന്നെ ഈ ബാധ്യതയുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ
ക്യാപിറ്റൽ ലോൺ 3 ലോൺ ഉണ്ട്. KSFE ഉണ്ട്, NMG ഉണ്ട്, SBI ഉണ്ട്. സൺഡ്രി ക്രെഡിറ്റ് ഉണ്ട്. റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് 1200 രൂപ റെന്റ് കൊടുക്കാനുണ്ട്. ഓണർ ഓർമ്മപ്പെടുത്താണ്. ഓപ്പണിംഗ് ബാലൻസ് കാര്യങ്ങളൊക്കെ വന്നു. ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയും ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ റെന്റ്, അഡ്വർടൈസിംഗ് എക്സ്പെൻസ്, ബാഡ് ഡെപ്റ്റേഴ്സ്, ഡിപ്രിസിയേഷൻ വരെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് ഒരു കംപ്ലീറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ചെയ്യുന്നത് ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു വന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇതുപോലെ പ്രാക്ടിക്കലായിട്ട് പഠിക്കുക. സിമ്പിൾ ആയിട്ടാണ് ഞങ്ങൾ വിശദീകരിച്ച് തരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലാസ്സുകൾ ഓരോ ദിവസവും അതാ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അക്കൗണ്ടിങ് കഴിയുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു കണ്ടന്റ് കിട്ടിയതുപോലെ തോന്നും, ഒരു കോൺഫിഡൻസ് വരും. ഒരു ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ ആരെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഒന്ന്, ഇനി വരുന്നതൊക്കെ കുറച്ച് ടഫുള്ള കാര്യങ്ങളാണ്. അടുത്തത് ഐറ്റംസ്. നമ്മൾ ഇപ്പൊ ഞങ്ങൾ ക്യാഷ് തരാനുള്ളവർ പറഞ്ഞല്ലോ, ഇനിയിപ്പോ ക്യാഷ് തരാനുള്ള ഒരാൾ തന്നെ 4 or 5 ബില്ലിൽ പൈസ തരാനുള്ളത് എൻട്രി ചെയ്യാനുണ്ടാവും. ഇപ്പൊ സോണി ബിൽ നമ്പർ, അയാൾ പൈസ തരാനുണ്ട്. അപ്പൊ ബിൽ നമ്പർ വെച്ചിട്ട് ഓരോ ബില്ലിലും ഇത്ര ക്യാഷ് തരാനുണ്ട് എന്നുള്ളത് എൻട്രി ചെയ്യാനുണ്ട്. അതിനുശേഷം ഇതേപോലെ ഫ്രീ ഗുഡ്സ്, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന രീതിയിൽ സാധനം വിറ്റാൽ എങ്ങനെ എൻട്രി ചെയ്യും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഇനി അങ്ങോട്ടേക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങളാണ്. ഈ ഒരു ചോദ്യം 3 or 4 പ്രാവശ്യം ചെയ്യുക. ഇതിന്റെ ആൻസർ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഞാൻ ഇത് വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്ത് കിട്ടിയ സംഭവം ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇവിടെ വിട്ടുതരാം, വാട്സപ്പിൽ ഒന്ന് അയച്ചു തരാം. ഇത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ അല്ലേ? ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോട്ടെ. ഇതാണ്, അതായത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടിങ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ഒരു ജോബിന് പോകുന്ന സമയത്ത് പറയാം. ബാക്കിയുള്ളത് അവർ ട്രെയിനിങ് തന്നോളൂ അവിടെ. അപ്പൊ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. ഈ റിപ്പോർട്ട് ഓൾട്ട് F1 അടിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇപ്പം ഇതാണ്, ഒന്നുകൂടി ഓൾട്ട് പ്രസ് ചെയ്ത് F1 കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇത് റെക്കോർഡ് ഒന്നുകൂടി ജസ്റ്റ് ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം സിസ്റ്റം ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്തൂടെ? ഓക്കെ അല്ലേ? ഓക്കെ. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം കേട്ടോ.